ലോക മലയാളികൾക്ക് മുൻപിൽ നിരവധി സൂപ്പർ ഹിറ്റ് സ്റ്റേജ് പ്രോഗ്രാമുകളും സിനിമകളും അതുവഴി നിരവധി സൂപ്പർ സ്റ്റാറുകളെയും സമ്മാനിച്ച സൂപ്പർ സംവിധായകനാണ് മമ്മി സെഞ്ചുറി. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പ്രോഗ്രാമാണ് കോമഡി മൂസ. മലയാളികളുടെ മനം കവർന്ന പ്രശസ്ത താരങ്ങളാണ് ഇതിൽ അണിനിരക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ കൊച്ചു കേരളം, കേരളത്തിന്റെ തനതായ കലകൾക്ക് ലോകമെങ്ങും അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. കഥകളിയും ഓട്ടംതുള്ളലും നാടൻ പാട്ടും തിരുവാതിരയും ഒപ്പനയും എല്ലാം നമ്മുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്നു. കേരള തനിമയിൽ നിന്നാകട്ടെ നമ്മുടെ തുടക്കവും. STD ബൂത്ത് കണ്ടാൽ ആരെങ്കിലുമൊക്കെ വിളിക്കണമെന്ന് തോന്നുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. ഇങ്ങനെ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ ഫോൺ ചെയ്യാൻ തുടങ്ങിയാലോ? ഇവിടെ ഇതാ ഒരു STD ബൂത്ത്. ഹലോ, ഇവിടെ ഇവിടെ താഴെ താഴെ ഇവിടെ താഴെ താഴെ. ഹലോ, ഞാൻ കരുതി മോളിൽ നിന്ന് വിളിച്ചാണെന്ന്. മോളിൽ നിന്ന് വിളിച്ചാൽ താഴെ ഇവിടെ ഉണ്ടാവുമോ? പറഞ്ഞോ, ഏതാ നമ്പർ വേണ്ട? തിരുവനന്തപുരം കോഡെന്ന് പറയാമോ? തിരുവനന്തപുരം കോഡ്? അതെ, 0471. 04 തിരുവനന്തപുരം വിളിക്കണ്ടത്? അല്ല, ആലപ്പുഴ. ആലപ്പുഴയാണോ? ആലപ്പുഴയാണെങ്കിൽ 0477 അല്ലേ? നമ്പർ പറ. കോട്ടയം ആവുമ്പോഴോ? കോട്ടയം 0481. നമ്പർ പറ. ഇപ്പോൾ ആലപ്പുഴ വേണം. പിന്നെ എറണാകുളം എന്ന് പറയോ? എറണാകുളം 0484. നമ്പർ പറ. മദ്രാസിലേക്കാണ്. എന്നാ അത് ആദ്യം പറയണ്ടേ? മദ്രാസിലേക്ക് 044. പിന്നെ ദുബായിലേക്ക് വിളിക്കുന്നു. 00971. ആ കോൾ ആദ്യം വിളിക്കാം. 00971. ബാക്കി നമ്പർ പറ. മതിയാ? വിളിക്കണല്ലേ?
ആലപ്പുഴ തിരുവനന്തപുരത്ത്. ഓക്കെ. വിളിക്കാനില്ല. താൻ ഈ കോഡ് നമ്പർ ഓടിച്ചിട്ടോ? അല്ല, PSC ഒരു ടെസ്റ്റ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് വിളിച്ച് ചോദിച്ചാ. ആണല്ലേ? അതെ. തലക്കാൻ കൊടുക്കും. രാവിലെ തന്നെ ഫസ്റ്റ് കോൾ ഇവിടെ കൈനീട്ടം വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ അവന് കോഡ് ആയവൻ്റെ PSC. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഒരു സ്റ്റേറ്റ്സിലേക്ക് ഒരു കോൾ വേണമായിരുന്നു. അമേരിക്ക? യെസ്. ISD ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് സാർ. ഓക്കെ. നമ്പർ നമ്പർ 0091 91 43261 43261. Yes. വിളിക്ക് സാർ. സാർ ചായ കാപ്പി എന്തെങ്കിലും? No mention. താങ്ക് യു. ചേട്ടാ, ഈ ആലപ്പുഴ സിറഫർ ഡബിൾ ഏരിയല്ലേ? എന്താണ് സിറഫർ ഡബിൾ ഏരിയ? ഒരു കാര്യം എന്ത് ലോഗോ ഇത്? സോറി സാർ. What kind of place is this? Okay, sir. I can't bear it. Okay. Hello, I am Paul Thagar. Yes, can I get Mr. George? I am Paul Tharagan speaking. Eh? Wrong number. എന്താ സാർ നമ്പർ? ഒരു കാര്യം ചെയ്യൂ, ലാസ്റ്റ് 1 ആയിരുന്നില്ലേ? അതെ, 4326 ആയിരുന്നില്ലേ? 1 മാറ്റിട്ട് 2 ആക്കും. 62 62 ആക്കും. ഓക്കെ. എന്ത് ടെലികോം ആണ് ഇവിടെ? കംപ്ലീറ്റ് റോങ് നമ്പർ. ഇല്ല സാർ, വേറെ കുഴപ്പമൊന്നുമില്ല. 43262. Okay. Hello, I am Paul Tharagan speaking. Can I get Mr. Abraham? എനിക്ക് ആ ഷിപ്മെന്റ് കാര്യം ഒന്ന് സംസാരിക്കാനായിരുന്നു, എക്സ്പോർട്ടിങ്ങിന്റെ. റോങ് നമ്പർ. വീണ്ടും റോങ് നമ്പർ. യെസ്. സോറി സാർ. ഇവിടെ സാറ്റലൈറ്റ് വഴിയല്ലേ ടെലികോം? അതെ സാർ. വാട്ട് സിസ്റ്റം ഇസ് ദിസ്? ഐ കാൻ ബെയർ വിത്ത് ദിസ്. സാർ വീണ്ടും 43263 ആക്കൂ. 2 അല്ലേ ഇപ്പോൾ വിളിച്ചത്? 3 ആക്കൂ. 3 അല്ലേ? യെസ്. വിളിച്ചോളൂ. 0914326 yeah. Hello, call ചെയ്യണേ. Hello, I am Paul Tharagan speaking. Can I get Mr. Abraham George? Yes, I want to deal some exporting qualities from here. Yes. Wrong number. Cut it please. Wrong number. സാർ അത് അല്ല, പേയ്മെന്റ് ആരും പേടിക്കുന്നു വേണ്ട. ഒരു കാര്യം ചെയ്യൂ, 4 ആക്കി വിളിക്കൂ. 43264 ആക്കൂ. യെസ്. ദൈവമേ, എന്തൊരു പുലിമാനാണ്. ഒരു എന്ത് ടെലികോം ആണ്? ഇതാണ് ഞാൻ ഇന്ത്യയിൽ വരാത്തത്. സ്റ്റേറ്റ്സിലാണെങ്കിൽ ഇതിന്റെ പ്രശ്നമില്ല. ജസ്റ്റ് ഡയൽ, വി ഗെറ്റ് ദ പേഴ്സൺ. ഇവിടുത്തെ മൊബൈലാണെങ്കിൽ പിന്നെ പറയുക. യെസ്. ഹലോ, ഇതിപ്പോ ശരിയാവും. ഹലോ, I am Paul Tharagan speaking. Can I get Mr. Abraham George? I want to deal with some exporting goods from here. Yes, for shipment. Oh shit, wrong number. സാർ അങ്ങനെ വരാൻ വഴിയില്ല സാർ. ഞാനത് ഇപ്പൊ നമുക്ക് നോ പ്രോബ്ലം. ബില്ല് എത്രയും നോക്കും. അല്ല, നമുക്ക് 6th കുട്ടി വേണമെങ്കിൽ വിളിക്കാം. 6 കുട്ടി എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല. വേണ്ട, നിങ്ങൾ ടെലികോമിനോട് എനിക്ക് താല്പര്യമില്ല. എത്രയും വേണ്ട, ഒന്നും വിളിക്കണ്ട. ബില്ല് എത്രയെന്ന് പറഞ്ഞാൽ മതി. സാർ അത് ഞാൻ ബില്ല് എത്രയും നോക്കൂ. ടോട്ടൽ മൊത്തം ഇപ്പോ 1200 രൂപ. അത്രേ ഉള്ളല്ലേ? ഓക്കെ. വേറെ കംപ്ലൈന്റ് ഒന്നും അങ്ങനെ കാണിക്കാത്തൊരു 1200 രൂപ. യു വിൽ അക്സെപ്റ്റ് ക്രെഡിറ്റ് കാർഡ്സ്? ക്രെഡിറ്റ് കാർഡ് എടുക്കൂ. എന്നുവെച്ചാ ക്രെഡിറ്റ് കാർഡ് ഇല്ല, കാർഡ് സിസ്റ്റം ഇല്ല. വിസ എടുക്കൂ. വിസ എന്ന് വെച്ചാൽ അല്ല, 1200 രൂപ മൊത്തം ഇവിടെ. അല്ല, പേഴ്സ് എടുക്കാൻ ഐ ഫോർഗോട്ട് ടു ടേക്ക് ദ പേഴ്സ്, ദാറ്റ്സ് വൈ. നിങ്ങൾ പാസ്പോർട്ട്സ് എടുക്കൂ. പാസ്പോർട്ടിൽ പൈസ ഇവിടെ, നമ്മളിവിടെ ഇപ്പോൾ ജോലിക്കാരനാണ്, നമുക്ക് പൈസ ബില്ലിൽ. ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ എൻ്റെ സെർവൻറ്റിനെ വിളിക്കാം. സെർവൻറ്റ്. ഓക്കെ, 0091. സർവന്റ് വിളിക്കാം അല്ലേ? സെർവൻറ്റ് വിളിക്കണം. 71 43291. ഹലോ, പേഴ്സ് എടുക്കാൻ മറക്കണൊക്കെ സ്വാഭാവികമാണ്. കുഴപ്പമില്ല, എൻ്റെ സെർവൻറ്റ് വന്ന് സെർവ് ചെയ്തോ, കുഴപ്പമില്ല സാർ. സാർ നമ്പർ ഉണ്ട് സാർ. ഹലോ, ഇസ് ഇറ്റ് വാഷിംഗ്ടൺ വൈറ്റ് ഹൗസ്? എടാ ജോർജ് ബുഷ്, നീ എവിടെയാണിത്? എടാ ഞാനാണ് സതീശൻ, നീ എവിടെയാണിത്? എടാ നീ ഒരു കാര്യം ചെയ്യും, 1500 രൂപ ഇടുവാ. ഞാനേ ആ ഫോണിന്റെ കാശ് കൊടുക്കാൻ ബൂത്തിൽ വന്നിരിക്കണത്, കാശ് കൊടുക്കാൻ മറന്നു. വേമ്പാട്ടാ. എടാ ബുഷ്, നീ ഇത് എവിടെയാണിത്? വേമ്പാ. ഒരു ഫ്ലൈറ്റ് പിടിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ഫ്ലൈറ്റ് പിടിച്ചാ? ഫ്ലൈറ്റിൽ അല്ലാണ്ട് വരാൻ പറ്റുമോ? അമേരിക്കന്ന്. ആർക്ക്? അമേരിക്കന്ന് വരില്ലേ? അമേരിക്ക ഇവിടുത്തെ കാശ് തരാൻ വേണ്ടിയാ? ഒരു $1200 ഇത് താൻ എന്താ വിചാരിച്ച്? ഇവിടെ വന്നിട്ട് ബുഷിനെ കൊണ്ട് ഇവിടുത്തെ തനിക്ക് എന്തിന്റെ അസുഖം? ബില്ലായിട്ട് കാശ് എന്ത് കഷ്ടം! എന്ത് കഷ്ടം! കാശ് വന്നിട്ട് പോടോ, എന്നെ കളിയാക്കണ. എന്റെ ദൈവമേ, ഞാൻ മുതലാളി വരും എന്ത് പറയും ദൈവമേ. കോൾ വിളിച്ചു. ഈ നമ്പർ ഒന്ന് വിളിച്ചു. നമ്പർ പെട്ടെന്ന് വിളിക്കുക.
ഹലോ ആ ഗോപിയാടാ അത് ഞാൻ പോണ ഇന്ന് രാവിലെ അച്ഛൻ പോയടാ. രാവിലെ പോയി. വെളുപ്പിനായിരുന്നു. ഇന്നലെ കുഴപ്പമൊന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഊണൊക്കെ കഴിച്ച് ഇന്നലെ ഇതൊക്കെ കണ്ട് ഞങ്ങൾ നന്നായിട്ട് ഊണൊക്കെ കഴിച്ച് സാമ്പാറൊക്കെ കൂട്ടി പപ്പടമൊക്കെ കൂട്ടി ഊണ് കഴിച്ചിട്ടേ പുള്ളി കോമഡി പ്രോഗ്രാമൊക്കെ കണ്ട് ചിരിച്ച് വല്ലാണ്ട് ചിരിച്ചു. ചിരിച്ചിട്ട് പിന്നെ അങ്ങനെ കിടന്നാണ്. ഇല്ല വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒന്നും പറഞ്ഞൊന്നുമില്ല. എന്നിട്ട് കിടന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ 3 മണിയായപ്പോൾ എന്നെ വിളിച്ചിട്ട് 3 മണിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ലീല കാണണമെന്ന് പറഞ്ഞു. ലീല കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ലീല കാണണേ ഇപ്പം ലീല കാണണ എന്തിനാണ് 3 മണിക്ക് ലീല കാണണ എന്തിനാണെന്ന് ചോദിച്ചു. അച്ഛൻ നാളെ രാവിലെ കാണിച്ചാൽ പോരെ. ഇല്ല എനിക്ക് ഇപ്പം തന്നെ കാണുന്നതുകൊണ്ട് പുള്ളി ആരും വാച്ച് പിടിച്ചപ്പോൾ ഞാൻ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ച് ഞാൻ വെച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ട് ഇല്ല വന്ന്. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ മരിച്ചത്. ഒരുപാട് കാര്യങ്ങളിലായിരുന്നില്ല. ഓണമൊക്കെ അടിപൊളിയാക്കാന്നൊക്കെ പറഞ്ഞിരിക്കായിരുന്നു അച്ഛനെ. അപ്പൊ അവിടെ ഇല്ല കുഴപ്പമില്ല. ആംബുലൻസ് വരും, രാവിലെ വരും. പെണ്ണുങ്ങളൊന്നും പറയണ്ടോ, പെണ്ണുങ്ങളൊന്നും പറഞ്ഞൊക്കെ ഞാൻ കൂടെ എല്ലാവരും കൂട്ടക്കടിച്ചാൽ രാവിലെ ഒരു ആംബുലൻസ് എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ മടക്കുവശത്ത് ആ മാവ് തന്നെ നോക്കി വെച്ചാൽ മതി. നീ ആരോടും പറഞ്ഞിട്ട് ഞാൻ കിട്ടേ 2 ശരിയാണ്. ഓർമ്മിച്ചിട്ടത് ആലപ്പുഴക്കോട് മാറിയിട്ടൊന്നുമില്ലോണ്ടോ? എന്റെ വീടിനെ തീ പിടിച്ചേക്കാം. എന്റെ വീടിനെ തീ പിടിച്ചേക്കാണെന്ന് ഫയർഫോഴ്സിന് വിളിക്കാൻ. എന്റെ സ്റ്റുഡന്റ് ഉണ്ടല്ലോ. അല്ല ചേട്ടാ പെട്ടെന്ന് വിളിക്കട്ടെ പ്ലീസ്. എന്തിനാ? അല്ല ഞാൻ മിമിക്രി സ്റ്റുഡന്റ് മത്സരത്തിന് കയറിയേക്കാണ്. ഒരു മിനിറ്റ് ചേട്ടാ പെട്ടെന്ന് വിളിക്കട്ടെ ചേട്ടാ. ഇപ്പൊ തരാം. പെട്ടെന്ന് ഞാൻ വിളിച്ചിട്ട് വിളിച്ചേട്ടൻ ഇപ്പൊ തരാന്ന്. എന്തായാലും അവൻ മൊബൈൽ ഉണ്ട് ഇപ്പൊ കഴിയും. ഹലോ സുരേഷേ എന്താണ് മൊബൈൽ നീ ഓഫ് ചെയ്ത് വിട്ട് എന്ത് ചെസ്റ്റ് നമ്പർ കിട്ടിയാ? കിട്ടിയാ ചേട്ടാ എത്രയാണ്? ഒന്ന് വേഗം പറയട്ടോ. അതെ ഒന്ന് എഴുതിയെടുത്താ ചെസ്റ്റ് നമ്പർ. ഒരു മിനിറ്റ് തരാം. ആ ചെസ്റ്റ് നമ്പർ 501 അല്ലേ? 501 എഴുതിക്കോ. 304 എഴുതി വയ്ക്കുക. പെട്ടെന്ന് 501 304 എഴുതിയാ? അത് ഇവിടെ ആയിട്ട് കുത്തണം കേട്ടാ. അതെ ഇവിടെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ കുത്തി ഇടണം. ഇയാള് ചേട്ടാ ഒരു മിനിറ്റ് തരാം. പിന്നെ എത്ര ജഡ്ജ് ഉണ്ട്? 3 എണ്ണം. 3 ഇതൊക്കെ അവരുടെ അടുത്ത് നോക്കി ഒരു ഭവ്യത. ഇത് ഇങ്ങനെ കൈ പിടിച്ച് ഇതണ്ട ഇങ്ങനെ കൂപ്പണം കേട്ടാ. ഇങ്ങനെ കൂപ്പി പിടിക്കണം. വന്ദനം. ഇങ്ങനെ കൂപ്പി പിടിച്ചിട്ട് ഒരു മിനിറ്റ് ഇങ്ങനെ കൂപ്പി പിടിച്ച് അല്ല ഇവിടെ വെക്ക്. മാന്യ സദസ്സിന് വന്ദനം. ചേട്ടാ പറഞ്ഞതിന് ശേഷം ഓക്കേടാ വിളിക്കണോട്ടാ. പിന്നെ നമ്മളുടെ മ്യൂസിക് ഉണ്ടല്ലോ മറ്റേ ആദ്യത്തെ ഒന്ന് കട്ടിയാലേ. ഒരു മിനിറ്റ് ഇതൊക്കെ ആ മ്യൂസിക് വായിക്കാം. ചേട്ടാ പ്ലീസ് ചേട്ടാ പ്ലീസ് കാല് പിടിക്കട്ടെ പ്ലീസ്. ഒന്ന് കട്ടി. ഒച്ചപ്പാടിനൊക്കെ ബൂത്തിൽ എന്താണ് അത് ചെയ്യണം. പിന്നെ ആയിക്കോട്ടെ ഓക്കെ എന്നാ മത്സരം കഴിഞ്ഞ അപ്പം തന്നെ വിളിച്ചോ. എടാ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഭൂമി കത്തിച്ചൊളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗോളമായിരുന്നു. ചേട്ടാ എന്റെ വീട് കത്തിക്കൊണ്ടിരിക്കുന്നത്. അതിടണം. പൊട്ടിത്തെറിച്ച് ചിന്ന ഭിന്നമായി. മിമിക്രി ക്ലാസ് ചിന്ന ഭിന്നായി. ചിന്ന ഭിന്നമായിട്ട് പക്ഷിമൃഗാദികള്. ചേട്ടോ ഒരു മിനിറ്റ് ചേട്ടാ അങ്ങനെ എഴുതിയെടുക്ക്. അങ്ങനെ എഴുതെടുത്ത അതട്ടാ അത് ചെയ്യണം. പിന്നെ പട്ടി അത് 3 വരെ മതി. പിന്നെ പൂച്ച എഴുതെടുത്തേ.
പിന്നെ മോഹൻലാൽ അത് പറഞ്ഞില്ല അങ്ങനെ തിരിയണം. മോഹൻലാൽ ഒരു 90 ഡിഗ്രി സെന്റിഗ്രേഡ് ഇങ്ങനെ ഇങ്ങനെ ഈ ഇതുള്ള ഇങ്ങനെ കറങ്ങണം. ഇങ്ങനെ നടന്നിട്ട് തിരിഞ്ഞേച്ച് സവാള അരിയരി ഇങ്ങനെ പിടി സവാള അരിയരി ഇവിടെ സവാള അരിയരി അല്ലെന്ന് സവാള അരിയരി. ചേട്ടാ ഒന്ന് കട്ട് ചെയ്യണം പ്ലീസ് ചേട്ടാ. അത് പറഞ്ഞിട്ട് പിന്നെ അതിനടുത്തിടാവുന്ന മമ്മൂട്ടി അത് അത് പിന്നെ ഇതില് വേടാ പരിഹസിക്കരുത് കണ്ട ആ സാധനം അത്രയും പറഞ്ഞു ദിലീപ്. ഓക്കെ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസിന് ലാസ്റ്റ് ഫിനിഷിംഗ് വിളിച്ചോ ധൈര്യം വിളിച്ചോ. കേട്ടാ ഓക്കെ വിളിച്ചോ 4:50 കേട്ടോ. പോലെട്ടോ പോകല്ലേ. 4:50 കേട്ടോ. ഹലോ എടാ സുരേഷ് എടാ. ആ എടാ നാളെ ഫ്രീ ആണോ നീ? ആ ഫ്രീ ആണെങ്കിലേ നാളെ നീ ആ ലോറിയായിട്ട് എൻ്റെ വീടിൽ സ്ഥലം അറിയില്ലേ? ആ എൻ്റെ വീടിൽ നിന്നേ ഒരു 5 ലോഡ് ചാരം കിടപ്പുണ്ട്, വന്നെടുത്തിട്ട് പോക്കോട്ടാ. ആ ഓക്കെ ഓക്കെ. ചാരത്തിനൊക്കെ പഴയ മാർക്കറ്റ് ഉണ്ടോ അങ്ങനെ? நதியில் தெரியும் நிலவின் உருவம் நதிக்கு சொந்தமில்லை. நினைப்பதெல்லாம் நடக்கும் வாழ்க்கை யாருக்கும் அமைவதில்லை. உனக்கும் எனக்கும் விழுந்து முடிச்சு தானாய் விழுந்ததில்லை. உலக உருண்டை உடையும் போதும் காதல் உடைவதில்லை. மின்மினி தேசத்து சொந்தக்காரன் விண்மீன் கேட்பது தவறாகும். வரலாற்றில் வாழ்கின்ற காதல் எல்லாம் வழியோடு போராடும் காதல் தானே. ஒரு தடவை சொல்வாயா உன்னை எனக்கு பிடிக்கும் என்று? ஒரு பார்வை பார்த்தாயா உன்னை எனக்கு பிடிக்கும் என்று? நெருங்க நினைக்கும் நினைவை மறக்க நெஞ்சம் நினைக்கிறது. கனவில் பூக்கும் பூக்கள் பறிக்க பெண்மை அழைக்கிறது. கிளையை முறித்து போட்டு விடலாம், வேறே என்ன செய்வாய்? தரையை உடைத்து முளைக்கும் போது அன்பே இங்கு செல்வாய். மல்லிகை பூக்கள் உதிர்வதெல்லாம் மரத்த
காத்தடி நிழலுக்கு சொந்தமில்லை. உன்னோட நான் வாழ போராடுவேன், நீ இன்றி போனாலும் தள்ளாடுவேன். ஒரு தடவை சொல்வாயா உன்னை எனக்கு பிடிக்கும் என்று, ஒரு பார்வை பார்த்தாயா உன்னை எனக்கு பிடிக்கும் என்று. காதல் ஒரு புகை போல மறைத்து வைத்தால் தெரிந்துவிடும். காதலில் தான் பூக்கள் மோதி மலைகள் கூட உடைந்துவிடும். உன்னை ஒழிக்காதே என்னை வதைக்காதே என்றும் இதயத்தில் இலக்கணம் கிடையாதே. കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ കഥ പറച്ചിലിന് 1ാം സ്ഥാനം നേടിയ ബേബി ചിഞ്ചു നിങ്ങൾക്ക് വേണ്ടി തന്റെ സമ്മാനാർഹമായ കഥ അവതരിപ്പിക്കുന്നു. ഹലോ 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 ആ ഒരു കൂട്ടിയിടേ ഇതിന് കേട്ടോ അതിനൊന്ന് കൂട്ടിയിടേ. ഓക്കെ ഓക്കെ അതൊക്കെ റെഡിയല്ലേ? അതൊക്കെ റെഡിയാക്കി വെക്കാം അവിടെ. വെള്ളമൊക്കെ അവിടെ മാറ്റി. ഹലോ സ്നേഹമുള്ളവരെ, പ്രിയമുള്ളവരെ, നമ്മളുടെ ക്ലബിന്റെ വളരെ വിജയകരമായ വാർഷികം നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും മേന്മേറിയ ഇനം എന്ന് പറയുന്നത് കഴിഞ്ഞ സംസ്ഥാന യുവജനോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ കഥാപ്രസംഗത്തിൽ 1ാം സ്ഥാനം നേടിയ ചിഞ്ചുമോൾ ഇവിടെ അച്ഛനുമായി വന്നിട്ടുണ്ട്. ചിഞ്ചുമോളുടെ ഒരു നല്ലൊരു പ്രകടനം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതിൽ ഞങ്ങൾ കൃതാർത്ഥനാണ്. ഞങ്ങൾ ആ ചേട്ടാ വരൂ. നമസ്കാരം വരൂ. ചിഞ്ചുമോളുടെ അച്ഛനല്ലേ? ചിഞ്ചുമോളുടെ അച്ഛൻ. മോള് ടയേർഡിലാണ്, ക്ഷീണമാണോ? വരുന്ന വഴിക്ക് 3-4 സ്റ്റേജ് ഉണ്ടായിരുന്നു. 3-4 സ്റ്റേജ് പരിപാടി ഉണ്ടായിരുന്നോ? അല്ല, പരിപാടിയല്ല, 3-4 സ്റ്റേജില് കഥാപ്രസംഗവും നാടകവും ബാലയൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടുള്ള ക്ഷീണമാണ്. അപ്പൊ മോള് വാ, മോളെ വാ. മോള് വാ മോളെ. ചേട്ടൻ വിളിക്കും മോളെ. എന്താണെന്നാണോ ചേട്ടൻ? വലിക്കല്ലേ. ഓക്കെ, എല്ലാവരും കൈയടിച്ച ഓക്കെ. നല്ല സുന്ദരി കുട്ടിയാണ്. എന്റെ മോള് നന്നായിട്ട് നുണ പറയും. കഥ പറയും. അച്ഛനെ കാണാൻ കൊള്ളൂല. മനുഷ്യന്മാരുടെ മാനം കളയാനായിട്ട് ഇറങ്ങിക്കോളും വീട്ടിൽ നിന്ന്. ആരെ പറഞ്ഞത്? കഥ പറയാ മോളെ, കഥ പറ. അതായിട്ട് ഈശ്വര പ്രാർത്ഥന. എന്തൊരു ഗുരുത്തുള്ള പ്രാർത്ഥനയ്ക്ക് കൈ ഇങ്ങനെ കൂപ്പി പിടിച്ചോ. എല്ലാരും പിടിക്കണോ? കൈ ഇങ്ങനെ കൂപ്പി പിടിച്ചോ. എല്ലാരും കൂടെ കൈ കൂപ്പി പിടിക്കണം. കൈ ഇങ്ങനെ കൂപ്പി പിടിക്കണം പട്ടിയാച്ചാ. അങ്ങനെ ഒന്നും പറയല്ല. ഈശ്വര പ്രാർത്ഥന പാടും. തേടി വരും കണ്ണുകളിൽ ഓടിയതും സാമി ഉലകിൻ കാറുളി കൂടിയിരിക്കും സാമി. അയ്യപ്പ സാമി. ശരണമ്മിളിയൊക്കെ നമുക്ക് പിന്നെ ആവാം. അതെ, വേറൊരു സ്വകാര്യം പറയട്ടെ. ഇവിടെ ക്രിസ്ത്യാനികൾ കൂടുതലുള്ള സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് മോള് ക്രിസ്ത്യാനി പാട്ട് പാട്. അറിയില്ലാത്ത കാര്യം അറിയാന്ന് അച്ഛൻ പറഞ്ഞുതരാം. മോള് അതിനൊരു പണി ഏതാ, ഈ അയ്യപ്പന്റെ സ്ഥാനത്ത് യേശുനങ്ങടി ചേർത്ത് പാടിക്കോ. അങ്ങനെ പാടിയോ? കൊച്ചല്ലേ? എന്തെന്നാണ് ചേട്ടാ ഇത്? വേണ്ട മോള് പറ. അങ്കിളല്ലേ പറഞ്ഞേ? അങ്കിൾ ഇഞ്ചി മിഠായി വാങ്ങിച്ചാ. മോള് പറ. എനിക്കുണ്ടല്ലോ, ഞാനൊരു കാര്യം ചെയ്യും. 3 മതങ്ങളുടെ ഒരു പാട്ടോടാ. തൃപ്തി തരൂ ദർശനമേ മക്കയിൽ വാഴുന്ന ശ്രീ ശബരീശ്വരായ യേശുദേവ. അതല്ലേ? കഥ പറഞ്ഞു കൊടുക്ക്. എനിക്ക് സ്കൂളിൽ നിന്ന് സമ്മാനമൊക്കെ കിട്ടി.
കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കിട്ടിയിട്ടുണ്ട്. സമ്മാനം കിട്ടിയിട്ടുണ്ട്. ട്രോഫി സ്കൂളിൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. സമ്മാനം കിട്ടിയിട്ടുണ്ട്. എന്തിനൊക്കെ കിട്ടിയിട്ടുണ്ട്? സമ്മാനം കിട്ടിയിട്ട് സ്കൂളിൽ പഠിപ്പിക്കണ HM ഉണ്ടല്ലോ. HM ഇല്ലേ? Headmistress, headmaster. എനിക്ക് മുട്ടായ വർക്കലിന് എനിക്ക് സപ്പോർട്ട് കിട്ടി. എന്നാ സമ്മാനം കിട്ടി? ചോറിന്റെ പാത്രം തന്നു. ചോറിന്റെ പാത്രം. എന്റെ മോളായതുകൊണ്ട് പറയല്ലേ ഇവിടെ അമ്മയുടെ പിന്നെ 100 മീറ്റർ ഹൈ ജമ്പ് ആടി. 100 മീറ്റർ ഹൈജപ്പാ. അതിനെനിക്ക് സമ്മാനം കിട്ടില്ല. അതിനെന്നെ ആശുപത്രി കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ ഡോക്ടർ പറയാ നീ കീറിപ്പോയെന്ന്. ഡോക്ടർ പറഞ്ഞു നീ കീറിപ്പോയെന്ന് ഇനി അത്ര ഉയർത്തി ചാടില്ല എന്നോട് പറഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ കമ്പ്യൂട്ടർ TV ഉണ്ടല്ലോടാ. 14 ഇഞ്ചിന്റെ TV ഉണ്ട്. ടിവി ഉണ്ട് വീട്ടില്? ടിവിയിൽ സിനിമ കാണാറുണ്ടോ? വിൽസ് വലിക്കൂല. വിൽസ് വലിക്കും. അച്ഛൻ വിൽസ വിളിക്കണേ? ഒമ്പോ ലാംബിയുടെ സ്കൂട്ടർ ഉണ്ട്. ലാംബിയുടെ സ്കൂട്ടർ ഉണ്ടാ? മിടുക്കി. സുരേഷ് ഏട്ടന്റെ ഓട്ടോറിക്ഷ ഞങ്ങളുടെ മുറ്റത്തൂടെ കയറ്റിക്കൊണ്ടുപോണേ. അതെന്താണ് വീട് വഴിയിലാണോ? ഞങ്ങളുടെ മുറ്റത്തൂടെ കയറ്റിക്കൊണ്ടു. മോളെ സമയമില്ല. ഞങ്ങളുടെ അമ്മയ്ക്ക് 120 രൂപയുടെ സാരി ഉണ്ടിച്ചില്ല. ദാരിദ്ര്യം മുഴുവൻ വിളിച്ചു പറയാം. നീ കഥ പറ മോളെ കഥ പറ. കഥ പറയട്ടെ. അങ്കിള് മിഠായി വെച്ചിരാന്ന് പറഞ്ഞില്ലേ? മനസ്സാത്തിന് വന്നേനും ഞാനിവിടെ അവതരിപ്പിക്കുന്ന ഒരു മോളെ ദരിദ്രൻ. ഞാൻ പറയൂല അച്ഛാ. ദരിദ്രൻ. ഞാൻ പറയൂല. ഞാൻ പറയുന്നുണ്ടെങ്കിൽ പുറത്തിട്ട് ഞാൻ പറയൂല. ദരിദ്രൻ അത് എന്റെ കരയില്ല. ചെറുക്കൻ എന്നെ സൈറ്റ് അടിച്ച് കാണിച്ചത്. എന്റെ മോളെ സൈറ്റ് അടിച്ചെന്നെ കന്യാകുത്തി അച്ഛൻ ചെന്ന് ഞാൻ ചോദിക്കാം ആരത്? അച്ഛൻ പിന്നെ ചോദിക്കാം. കിട്ടിയാ? സന്തോഷായി. മോളിന് കഥ പറ. അച്ഛനെ ഈ നാട്ടുകാര് വലിച്ചു കീറിയനെ. അച്ഛന്റെ ശവോടൊക്കെ നടന്നേനെ. കഥ പറ നീ. മനസ്സാദസിന് വന്നേനും ഞാനിവിടെ അവതരിപ്പിക്കുന്ന ഒരു ദരിദ്രനായ ഒരു വിറക് വെട്ടിയുടെ കഥയാണ്. ദരിദ്രനായ വിറക് വെട്ടിയുടെ കഥയാണ്. ദരിദ്രനായ വിറക് വെട്ടിയുടെ കഥയാണ്. ദരിദ്രനായ വിറക് വെട്ടിയുടെ വീട്ടിൽ ഒരു ദിവസം പട്ടിണി വന്നപ്പോൾ ദരിദ്രനായ വിറക് വെട്ടി കാട്ടിലോട്ട് വിറക് വേട്ടനായിട്ട് പോയി. വിറക് വെട്ടിൽ പോയപ്പോൾ ഒരു പുഴയുടെ കരയിലുള്ള ഒരു വലിയ മരത്തിൽ വിറക് വെട്ടി തുടങ്ങി. വിറക് വെട്ടി അരമണിക്കൂർ നേരം വിറക് വെട്ടിയപ്പോൾ വിറക് വെട്ടിയുടെ കയ്യിലിരുന്ന വിറക് വെട്ടിയുടെ കയ്യിലിരുന്ന ഇത് മറ്റേ വിറക് വെട്ടിയുടെ കോലാടി വിറക് വെട്ടിയുടെ കയ്യിലിരുന്ന കോലാടി. അങ്കിൾ പറയാം. കോടാലി. ഡാ നടുവില് കോടാലി. വിറക് വെട്ടിയുടെ കയ്യിലിരുന്ന കോലാടി. എടി കോലാടി അല്ല കോടാടി. വിറക് വെട്ടി നിങ്ങൾ ഞാൻ പറഞ്ഞോളൂ തെറ്റിച്ച് പറഞ്ഞിട്ട് ഞാൻ പറയും. വിറക് വെട്ടിയുടെ കയ്യിലിരുന്ന കോടാലി. വിറക് വെട്ടിയുടെ കയ്യിലിരുന്ന അച്ഛൻ മിണ്ടാതിരിക്കും. വിറക് വെട്ടിയുടെ കയ്യിലിരുന്ന വിറക് വെട്ടിയുടെ സാധനം തെറിച്ച് വെള്ളം. അപ്പോൾ തന്നെ വിറക് വെട്ടി പറഞ്ഞു ഈശ്വര എന്റെ വീട് പട്ടിണിയാണല്ലോ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോ ജലത്തിൽ നിന്നും ഒരു ജലദേവത ഒരു സ്വർണത്തിന്റെ ഒരു സാധനമായിട്ട് പൊങ്ങി. ഇതാണ് വിറക് വെട്ടിയുടെ സാധനം ചോദിച്ചപ്പോ വിറക് വെട്ടി പറഞ്ഞു അതല്ല എന്റെ സാധനം. അപ്പോൾ തന്നെ ജലദേവത മുങ്ങിപ്പോട്ട് ഒരു വെള്ളിയുടെ ഒരു സാധനമായിട്ട് പൊങ്ങി വന്നു. ഇതാണ് വിറക് വെട്ടിയുടെ സാധനം ചോദിച്ചു. അവൻ വിറക് വെട്ടി പറഞ്ഞു അതുമല്ല എന്റെ സാധനം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ജലദേവത മുങ്ങിപ്പോട്ട് ഒരു ഇരുമ്പിന്റെ ഒരു വലിയ സാധനമായിട്ട് പൊങ്ങി. ഇതാണ് വിറക് വെട്ടിയുടെ സാധനം എന്ന് ചോദിച്ചു. അപ്പൊ വിറക് വെട്ടി പറഞ്ഞു അതാ എന്റെ സാധനം എന്ന് പറഞ്ഞു. അത്യാഗ്രഹി അല്ലാത്ത ആ പാവപ്പെട്ട വിറക് വെട്ടിക്ക് ജലദേവത 3 സാധനവും കൂടി കൊടുത്തു വിട്ടു. ഈ 3 സാധനമായിട്ട് വീട്ടിൽ ചെന്ന് നേരപ്പോ വിറക് വെട്ടിയുടെ പിണങ്ങി പോയ ഭാര്യ തിരിച്ചു വന്ന ഒരു സുഖമായിട്ട് ജീവിച്ചു. നമ്മൾ എല്ലാവരും ഈശ്വര വിശ്വാസികളാണ്. ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും നാം ഈശ്വരനെ മുൻനിർത്തിക്കൊണ്ടാണ് ചെയ്യുക. ഇവിടെ ഇതാ ഒരു പുതിയ വാഹനം വാങ്ങിച്ചിരിക്കുകയാണ് മത്തായി. വണ്ടി വെഞ്ചരിക്കുന്നതിനായി വികാരിയുടെ അടുത്ത് ചെല്ലുകയാണ്. ഈ പൂജയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ? ഒന്ന് കണ്ടു നോക്കിക്കേ. അച്ചോ അച്ചോ അച്ഛാ അച്ചോ
ഇത് പള്ളിയായിട്ട് ഒരു അച്ഛനെ കാണാനും കൂടി ഇല്ല. അച്ചോ അച്ഛാ അച്ചോ അച്ഛാ അച്ചോ എന്താ മഥായി? അച്ഛാ ഈശോ സ്ഥിതിയായിരിക്കട്ടെ. അച്ഛാ ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു ഫോണിൽ കൂടി. അപ്പൊ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും എനിക്ക് മൊബൈൽ വിളിച്ചിട്ട് മൊബൈൽ കിട്ടണം പോലെ വെള്ളാണ്ടി പോയി പറഞ്ഞിട്ട് അതിന്റെ ഇടയ്ക്ക് യൂണിറ്റ് മീറ്റിംഗിൽ അച്ഛൻ പോയി പറഞ്ഞിട്ട് ഇത് എന്താണ് അച്ഛൻ ഇത്? അല്ല മഥായി, എനിക്കൊരു ഗ്യാപ്പ് തരൂ സ്തുതി പറയാനായിട്ട്. ഇതിനിടയ്ക്ക് നീ കിടന്ന് അലറിക്കൊണ്ടിരുന്ന ഞാൻ എങ്ങനെ സ്തുതി പറയും? എപ്പോഴും എന്നും എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും സമയത്ത് സ്തുതി ആയിരിക്കട്ടെ മഥായി. അതായത് കുർബാന കഴിഞ്ഞ് പെണ്ണുങ്ങൾ പോകുന്ന വഴിയിലാണോ മഥായി എന്നെ നോക്കി നിൽക്കുന്നത്? വന്നതിന് ശേഷം ഒന്ന് വിളിച്ചാൽ പോരെ മഥായി? അപ്പോൾ തന്നെ പ്രസന്റ് ചെയ്യില്ല മഥായി? എനിക്ക് മനസ്സിലായി. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. മഥായി, മറിയ കുട്ടിയൊക്കെ സുഖമായിട്ടിരിക്കുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പിള്ളേർ കുട്ടി അമേരിക്ക പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അവള് കത്തൊക്കെ വിടാറുണ്ട്. കുഴപ്പമൊന്നുമില്ല, എല്ലാം സുഖമായിട്ടിരിക്കുന്നു. മഥായി പറഞ്ഞോളൂ. അച്ഛാ ഞാനേ ഒരു വണ്ടി മേടിച്ചായിരുന്നു അച്ഛോ. വണ്ടി നന്നായിട്ട് വണ്ടി മേടിക്കണം, മേടിച്ച് കഴിഞ്ഞിട്ട് ഓടിക്കണം. നന്നായിട്ട് ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷം നന്നായിട്ട് ഓടിച്ച് റൈറ്റ് ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ച് നന്നായിട്ട് നമ്മൾ കൊണ്ട് നടക്കണം. അതെ, ദൈവകുറവ് കൊണ്ട് എനിക്ക് വണ്ടി മേടിക്കാൻ പറ്റി. അപ്പൊ അച്ഛനൊന്ന് വെഞ്ചരിച്ച് തരണം. വെഞ്ചരിച്ച് തരാം. വണ്ടി ഒന്ന് വെഞ്ചരിക്കണം. പക്ഷെ വെഞ്ചരിക്കുന്നതിന് സ്റ്റൈൽ മാറ്റിയിട്ടുണ്ട് മഥായി. മാറ്റിയാ മൊത്തത്തിൽ സ്റ്റൈൽ മാറ്റി. അതൊക്കെ പ്യാര് പറഞ്ഞു തരും. അതായത് ബുക്ക് നോക്കിയാണ് അച്ഛൻ വെഞ്ചരിക്കുന്നത്. ഓരോ ചാർജ് പ്രത്യേകം ഭവനങ്ങളാണെങ്കിൽ ഭവനങ്ങളായത് ബുക്ക് എന്നോട് പറയാൻ തന്നെ പറയൂ മഥായി. അച്ഛാ ഒന്നല്ല ഈ അച്ഛൻ പറ, ഈ കപ്പാരി പറ. ഞാൻ പറയാം. അതായത് ഒരു വെഞ്ചരിപ്പിന് 501 രൂപയാണ് ചാർജ്. രജിസ്ട്രേഷൻ ഫീസ്. അച്ഛന്റെ ചാർജ് 501 വേറെ. പിന്നെ എന്റെയും കുട്ടി മൊത്തം 2000 രൂപ. ഒരു വണ്ടി വെഞ്ചരിക്കുന്ന 2000 രൂപ അത്രേ ഉള്ളൂ, വളരെ കുറവാ. ഓ അത് ശരി. എന്തെങ്കിലും ആവട്ടെ. കേട്ടായിരുന്നു കപ്പ്യാരാണ് കൂടുതൽ ചാർജ് ഈടാക്കുന്നത്. ആയിക്കോട്ടെ, ഭവനങ്ങളാണെങ്കിൽ ഭവനങ്ങളുടെ അതൊരു ബുക്ക്, സ്ഥാപനങ്ങളാണെങ്കിൽ സ്ഥാപനങ്ങളുടെ അതൊരു ബുക്ക്, വാഹനമാണല്ല വാഹനങ്ങളുടെ അതൊരു ബുക്ക്. ഇങ്ങനെ ബുക്ക് നോക്കിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോ എല്ലാം റെഡിയല്ലേ? എല്ലാം റെഡിയാണ് അച്ഛോ. ആയിക്കോട്ടെ, അപ്പം വെഞ്ചരിച്ച് ചെയ്യാൻ തരാം. അപ്പോ കർത്താവിന്റെ ദാസൻ ശ്രീ വാവു ആന്റണിയ നടന്നു നീങ്ങുന്ന സമയത്തെങ്കിൽ സന്തതി ഗൗതമിയോട് എന്താണ് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞേ? മഥായിയുടെ 28 നോക്കാനായിട്ട്. എന്ത് അച്ഛൻ ഈ പറയണത്? നീ ഉദ്ദേശിച്ച 28 അല്ല മഥായി. മഥായിയുടെ 28-ാം അധ്യായം നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: കടലിനക്കര പോണവര് കാണാപ്പൊണ്ണിന് പോണവര് നിങ്ങൾ പോയി വരുമ്പോൾ മടങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ റിട്ടേൺ അടിക്കുമ്പോൾ അല്ലെ നിങ്ങൾ തിരുമ്പി വരും പോത് എന്ത് കൊണ്ടുവരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തിരിഞ്ഞു വരുമ്പോ ഒരു ശിവാസിന്റെ റീകൾ ഒരു ഫുൾ കുപ്പി കൊണ്ടുവരും. ദൈവം തുറന്ന ചുമ പ്രലോഭിപ്പിക്കാടാർക്കാം. അല്ല അച്ഛൻ പറഞ്ഞ വണ്ടി ഒന്ന് വെഞ്ചരിച്ചു. അല്ല പറഞ്ഞുള്ളൂ അച്ഛൻ. ഈ കടലിനക്കരെ പോണൊരു കാലം വെറുതെ ചെമ്മിലെ പാട്ട് പാടിക്കാണ്ട് എന്റെ വണ്ടി ഒന്ന് വെഞ്ചരിച്ചു. അപ്പൊ നമുക്ക് വെഞ്ചരിപ്പിലേക്ക് കടക്കാം. ബുക്ക് റെഡി. ബുക്ക് റെഡിയാണല്ലോ അല്ലേ? ആയിക്കോ, മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കണേ. എല്ലാം അച്ഛന്റെ അനുഗ്രഹം കൊണ്ടാണ് നടന്നേക്കുന്നത്. കൈ ഇങ്ങനെ കൂപ്പി പിടിച്ചു അവന്റെ തിരുസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നല്ലത് മാത്രമേ നടക്കുകയുള്ളൂ. മഥായി മഥായി മണി പഥായി മഥായി എന്നാ മഥായി ഒരു മിഠായി. എനിക്ക് വേണ്ട മിഠായി വേണ്ട. ആയിക്കോട്ടെ. ഈ വണ്ടിയ ഈ വണ്ടിയ വണ്ടിക്ക് 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 പിടിക്കുക കപ്പിയാരെ. ഈ വണ്ടിയ 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 എന്ന് പറയണം കേട്ടാ. ഈ വണ്ടിയ വണ്ടിയ റെക്സിൻ പൊളിയാതെയും പൊളിയാതെയും പെയിന്റ് പൊട്ടാതെയും പൊട്ടാതെയും എയർ പഞ്ചറാക്കാതെയും പഞ്ചറാക്കാതെയും പെട്രോൾ ടാങ്ക് പൊട്ടാതെയും പൊട്ടാതെയും എയർ ബോക്സ് ഒടിയാതെയും ഈ വണ്ടി ഭുവനത്തില്ല അല്ലെ ഭൂമിയില്ല അല്ലെ വാനത്തില്ല നന്നായിട്ട് എവിടെയെങ്കിലും ഒക്കെ നന്നായിട്ട് ഇത് കറങ്ങി തിരിഞ്ഞ് നടക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. വെച്ചോ, ഐശ്വര്യമായിട്ട് വെച്ചോ, ഐശ്വര്യമായിട്ട് ഇത് വെച്ചേര് എണ്ണി വെച്ചോ. എല്ലാം റെഡി ആയിക്കോണം കേട്ടോ. അതങ്ങോട്ട് കൊടുത്തു വിടണ്ട, നമ്മുടെ വെഞ്ചരിപ്പ് പോക്കല്ലേ. പൊക്കോട്ടെ അച്ഛൻ. ആയിക്കോട്ടെ. മിഠായി മിഠായി വേണ്ട 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 വേണ്ട. ആയിക്കോട്ടെ, പൈസ എല്ലാം കപ്പ്യാരോട്ട് കൊടുത്ത് എല്ലാം വാങ്ങിക്കോ. എന്താ നോക്കി നിൽക്കുന്നത്? ഇത് നമ്മുടെ സന്തോഷത്തിന്റെ ദിവസങ്ങളിലാണ്. നമുക്ക് നല്ല സന്തോഷമായിട്ട് എന്താ നിങ്ങൾ കുശുകുശാന്ന് പറയുന്നത്? ഇല്ല പറഞ്ഞാണ്. ആയിക്കോട്ടെ പൊക്കോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. വേണ്ടല്ലേ? അപ്പൊ നമുക്ക് ആസ്വാദനത്തിന്റെ പുരുഷ ഇവിടെ വന്ന് നിൽക്കൂ. നമ്മുടെ ആസ്വാദനത്തിന്റെ ദിവസങ്ങളാണ്. നമുക്കൊരു പാട്ട് പാടി ആസ്വദിക്കാം. ആയിക്കോട്ടെ, നാല് പാട്ട് കേട്ടോ, രസമായിരിക്കുന്നു. അപ്പൊ ഒരു മിനിറ്റ്. എന്താണ്? ഹലോ, പുരോഗമിച്ചു വെച്ചോ. ചൊവ്വാഴ്ച പറ്റില്ല, ഞാൻ ഓണത്തിന് തിരക്കാ. എന്റെ മൊബൈലിൽ ഞായറാഴ്ച ഒന്ന് വിളിച്ചു നോക്ക്. ഈ നമ്പറിൽ വിളിക്കണ്ട, ഞാൻ ഉണ്ടാവൂല. ശനിയാഴ്ച ബില്ല് വരും, അതാണ്. കൂലിയിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇല്ല പത്താക്കി ഓക്കെ. മൊബൈൽ അളിയന്റെ അല്ലേ? എടുത്തപ്പോ 6000 രൂപയായിരുന്നു. 500 പറഞ്ഞു കൊടുക്ക. എനിക്കും കോള് വരുന്നുണ്ടല്ലോ.
ഇതാര് വിളിക്കുന്നത്? എൻ്റെ അതിലും വലിയ മൊബൈലാ. 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഇതട്ടാ ഇത് എടുക്ക്, കോളെടുക്ക്. അല്ല അല്ല ജോസ്, എന്താ ജോസ്? ഫ്രാൻസിസിന്റെ ഫോൺ നമ്പറാ എഴുതിയെടുത്തുള്ളൂ. 2, 4, 6, 8 മാസമായി ഫോൺ അപേക്ഷിച്ചിട്ട് കിട്ടാത്ത ഞാൻ എന്നെ ചെയ്യാൻ ഫ്രാൻസ്? കിട്ടാത്ത നമ്പറിന്റെ ഫോൺ താങ്ക് യു. ആയിക്കോട്ടെ. അപ്പൊ എന്താണ് കൂലി? പുരുഷൻ കൂലി എത്ര നാൾ കരിമിട്ടു? അവിടെ 8 നാളികേരം കിട്ടും. 20 സെന്റ് ഏറിയിട്ട് 8 നാളികേരം കിട്ടും. നല്ല കായ്കനികൾ കേട് വന്നിരിക്കുന്നു. തേങ്ങിന്റെ എത്ര മിനിങ്ങാന്ന് പാത്രത്തിൽ കണ്ടില്ലേ? എല്ലാ തെങ്ങിന്റെയും കേര ദിനം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് മണ്ടയിലത്തെ തെങ്ങുകളിൽ മണ്ടല് പിടിച്ച് തെങ്ങുകള് കൂലിയുടെ കാര്യം കൂലി എത്രയാണ്? കേറുന്നതിന് 2, ഇടുന്നതിന് 2, പിന്നെ ഇറങ്ങുന്നതിന് 3 എണ്ണം തരുമല്ലോ. പിന്നെ 2 എണ്ണം അച്ഛൻ മനസ്സറിഞ്ഞ് തരണം. ആയിക്കോട്ടെ. 1 എണ്ണം എന്റെ വാക്കത്തി മോനേല് ഞാൻ എടുക്കും. പിന്നെ അത് ഞാൻ തരയില്ല. തരത്തില്ല എന്ന് കർശനമായിട്ട് പറയുക. തരത്തില്ല. 11 നാളികേരം ഇയാൾക്ക് കൊടുക്കണം. 8 എണ്ണമാണ് ഇട്ടത്. അപ്പൊ കപ്പ്യാരൊരു കാര്യം ചെയ്യും. കപ്പ്യാര് ഒരു 30 രൂപ ഷെൽഫ് തുറന്നിട്ട് ഒരു 30 രൂപ എടുത്തുകൊണ്ട് പോയിട്ട് ഒരു കടയിൽ ചെന്നിട്ട് ഒരു 3 നാളികേരം മേടിച്ച് പുരുഷന്റെ വാടക ഇത് കൂലി കൊടുത്ത് വിടൂ കപ്പ്യാര്. സാധാരണ സന്തതിയായിട്ടാണ് നീ വന്നിരിക്കുന്നത്. ഇങ്ങോട്ട് പോയ കോലം കാണും, ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് എന്താണ് നോക്ക് കാര്യം ചോദിക്കച്ചോ. ഞാനിവിടെ വന്നിട്ട് പോയ മനസ്സിലല്ല, ഞാൻ ഒരു വണ്ടി വെച്ചിരിക്കാൻ വേണ്ടി വന്നതാണ്. അച്ഛൻ ഓർക്കണ്ട. അതെ, മഥായിയുടെ വണ്ടി ഞാനല്ലേ വെഞ്ചരിച്ചത്. അതിന്റെ കോളടി കാണുന്നത് ഇത് കണ്ടില്ല അച്ഛൻ? വേണ്ട. എന്താ മഥായി സംഭവിച്ചത്? ഉരിയായിട്ടു എന്താ സംഭവിച്ചെന്നാ? ഞാൻ വണ്ടിയായിട്ട് പോകുമ്പോ നേരെ വെണ്ടുരുത്തി പാലത്തിന്റെ കൈവരിയും തകർത്തിട്ട് വെള്ളത്തിലേക്ക് പോയി. വണ്ടി വെള്ളത്തിലേക്ക് പോയാ? എന്ത് വണ്ടിയായിരുന്നു മഥായിയുടെ വണ്ടി? ടാറ്റാ സുമോ. എനിക്ക് തലയിട്ടുന്നു. എന്നെ തലയിട്ടുന്നു. തലയിട്ടണ അച്ഛനെ സമാനപ്പെട്ടാരുള്ളത്. എന്നോട് ക്ഷമിക്കണം മഥായി. ഒരു 3-4 ലക്ഷം രൂപ ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കി തരും? എനിക്ക് മത്തായിയുടെ വണ്ടി ടാറ്റാ സുമോ ഉറപ്പായിരുന്നു. ഉറപ്പാണ്. മത്തായി ഒരു അപകടം പറ്റി. എന്തു പറ്റി? ഞാൻ വായിച്ച ബുക്ക് മാറിപ്പോയി. ഞാൻ ഒരു ബോട്ടിന്റെ ബുക്ക് ഞാൻ വെഞ്ചരിച്ചത്. എന്നെ പിടിക്കുക പ്യാരെ. പട്ടാളം
പൂക്കൾ കെട്ടണ പട്ടാളം റാഗിപ്പറന്നിട്ട് തീമഴ പെയ്യും തീപ്പോയി പട്ടാളം പാവം പട്ടാളം ഇത് പട്ടണ പട്ടാളം പാവം പട്ടാളം ഇത് പട്ടണ പട്ടാളം ചുണ്ടയിടുന്നൊരു പട്ടാളം സംഗീതം അനന്തസാഗരമാണ്. കേരളത്തിനകത്തും പുറത്തും പ്രശസ്തരായ ഒരുപാട് സംഗീതജ്ഞന്മാരുണ്ട്. ഇവിടെ ഇതാ ഒരു ഭാഗവതർ. ഇദ്ദേഹം പഠിപ്പിക്കുന്ന രീതിയോ DPEP പ്രകാരമുള്ള സംഗീത ക്ലാസ്. കുട്ടികൾ സംഗീതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനന്തസാഗരമാണ് സംഗീതം കേട്ടോ. അതിന്റെ ആഴത്തിൽ ഇറങ്ങി പോണം നമ്മൾ. പഠിച്ചു കുഴിയിട്ട് പോകണം കേട്ടോ. അപ്പൊ സംഗീതം ഞാൻ പറയുന്ന പോലെയൊക്കെ നിങ്ങൾ ഞാൻ എങ്ങനെ പറയുന്നു അതുപോലെയൊക്കെ പറഞ്ഞോളാം കേട്ടോ. പിന്നെ വേറെയുള്ള സംഗീതജ്ഞരൊക്കെ വേറെ വല്ലതൊക്കെ പഠിപ്പിച്ചു എന്നിരിക്കും കേട്ടോ കുഞ്ഞെ, നിന്നോട് കൂടെ പറയുന്നത്. അവ കൃത്യനിഷ്ഠമായിട്ട് പഠിപ്പിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആയിക്കോട്ടെ. പറഞ്ഞേ ആരോ തെറ്റിച്ചല്ല, ഒന്നുകൂടെ പറഞ്ഞേ. പറഞ്ഞേ. ആരോ തെറ്റിക്കുന്നുണ്ടല്ലോടാ. നീന്ന് പറഞ്ഞേ, ഒറ്റയ്ക്ക് പറഞ്ഞേ. പശയോ പശയോ എടാ പശയല്ല പസ. പറഞ്ഞേ പസ 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 കേട്ടോ. അങ്ങനെ പഠിക്കണം. അപ്പോ ഇതാണ് സംഗീതത്തിന്റെ ഏറ്റവും അടിത്തറ. ഇതറിയാമെങ്കിൽ പിന്നെ മുകളിലേക്ക് വെച്ചടി കയറ്റമായിരിക്കും. അപ്പോ കേട്ടോ, നല്ല രസമല്ലേ? അപ്പൊ ഇനി നമുക്ക് മുകളിലേക്കുള്ള ഭാഗങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ ഞാനിവിടെ പഠിപ്പിക്കുന്ന ഏത് രീതിയിലാണെന്നുള്ള നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് DPEP പ്രകാരം എങ്ങനെ സംഗീതം പഠിക്കാം. അതായത് നമ്മൾ സംഗീതം പഠിക്കുമ്പോൾ കണ്ടും കേട്ടും പഠിക്കണം. പിന്നെ എല്ലാവരും മുക്ക് തുറന്ന് മറ്റേ പെട്ടി, ഞാൻ പെട്ടി ഉപയോഗിക്കാറില്ലല്ലോ. ഞാൻ സംഗീത ഓർഗനോ ഹാർമോണിയോ എല്ലാം ഉപയോഗിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടോ? ഇല്ല, അതൊന്നും അതിന്റെ ആവശ്യമില്ല. നമ്മൾ സംഗീതം പഠിക്കുമ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്ത് വേണം നമുക്ക് പഠിക്കാൻ. അപ്പോ പസ അതാണ്. പസ എപ്പോഴും ഓർത്തിരിക്കണം. പസയുടെ കാര്യം
കേട്ടോ അവനിപ്പോ ഇനി വീട്ടിലേക്ക് പോണ വഴിക്കൊക്കെ വഴി കൂടെ ഒക്കെ അങ്ങനെ പറഞ്ഞു കിടന്നോളാം. ഇവൻ ഇച്ചിരി റിലേ പോയി കിടക്കാൻ തോന്നുന്നില്ലേ? പശാന്നൊക്കെയാ പറയുന്നത്. ആയിക്കോട്ടെ, എന്നാലും അപ്പൊ കണ്ടും കേട്ടും നമ്മൾ പഠിച്ചില്ലേ DPP പ്രകാരം അങ്ങനെ സംഗീതം പഠിക്കാം, അക്ഷരമാലയും പഠിക്കാം, സംഗീതവും പഠിക്കാം. ഈ ഒരു ചിട്ടവട്ടം വെച്ചിട്ടാണ് എന്റെ സംഗീതം പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ പാസ. ഇന്നത്തെ ക്ലാസ് ഇത്ര മതി കേട്ടോ. എന്തെങ്കിലും സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ചു. എന്തെങ്കിലും സംഗീതത്തെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡങ്കയോ? ഡങ്കം എന്ന് പറഞ്ഞ സംഗീതത്തിൽ ഡങ്കം എന്ന് പറഞ്ഞ ഒരു വാക്കില്ല കുഞ്ഞേ. എവിടെയാണ് ഡങ്കം? എവിടെയാണ് ഡങ്കം? ഡങ്കം ഉണ്ടല്ലോ. നല്ലൊരു ശിക്ഷ കേട്ടോ, നന്നായിട്ട് പറഞ്ഞു. ഡങ്കം എന്നൊരു ഭാഷയുണ്ട്. ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ചോദിച്ചെങ്കിലേ ഉള്ളൂ ഒരു സംഗീതജ്ഞനാകാൻ പറ്റൂ കേട്ടാ. പോയിക്കോളൂ. അപ്പൊ എല്ലാവരും നാളെ കൃത്യം തന്നെ വന്നിരിക്കണം. പിന്നെ പൈസ എല്ലാവരും വീട്ടിൽ നിന്ന് മേടിച്ചോണ്ട് വരണം കേട്ടോ, മാസത്തിലുള്ള. നമസ്കാരം. ആരാ പുതിയ പഠിക്കാൻ? നമസ്കാരം. പോയിക്കോ. അതെ, താങ്കളാണോ ഈ ആപ്പ്? കോപ അല്ല, ആപ്പ് ഭാഗവതര ആപ്പ്. അല്ല, അങ്ങനല്ലേ അത്? ആരെ? അട്ടക്കുളം അമ്പുചാഷ പിഷാരടി അങ്ങനെ ശരിക്കും പേരല്ലേ? സോറി അറിഞ്ഞില്ല, ഞാൻ പത്രത്തിൽ നിന്ന് വരെയാണ്. ഇന്റർവ്യൂ വിളിച്ചു പറയാറുന്നല്ലേ? ഇന്റർവ്യൂ ചെയ്തു. പക്ഷേ ഇക്കിളി കൂട്ടരുത്. എന്നാ വേണമെങ്കിൽ ചോദിക്കാം. സംഗീതം എന്ന് പറയുന്ന അനന്തസാഗരത്തില് ഞാൻ ഇങ്ങനെ നിൽക്കുന്ന അതിന്റെ പ്രതലത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ എന്ത് വേണമെങ്കിൽ എന്നോട് ചോദിക്കാം സംഗീതത്തെ കുറിച്ച്. ചോദിച്ചോളൂ. ടിവിയിലൊക്കെ വരുന്ന പരിപാടിയാണോ? ടിവിയിൽ വരും. പത്രത്തിലാണോ ആദ്യം വരുന്നത്? അല്ല, പത്രത്തിൽ ടിവിയിലേക്ക് വരുള്ളൂ. നമുക്ക് സംഗീതത്തിന് വേണ്ടി ആശാൻ എന്ത് സംഭാവന ചെയ്തിട്ടുണ്ട്? സംഗീതത്തിൽ ജീവിതത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഒരു 2 രൂപ മിനിയാന്ന് കൊടുത്തായിരുന്നു. ആരോ വന്ന് ചോദിച്ചു, ഒരു 2 രൂപ സംഭാവന ഞാൻ ചെയ്തിട്ടുണ്ട്. സംഗീതത്തിന്റെ സംഭാവന കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല. സംഗീതം മൊത്തത്തിൽ എത്ര തരമുണ്ട്? സംഗീതം എത്ര തരമുണ്ടെന്ന് ചോദിച്ചാൽ മറ്റുള്ള ഭാഗവതന്മാർ 125 ഉണ്ട്, 124 ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അത്രയും ഇല്ല സംഗീതം ശരിക്കും 3 സംഗീതമേ ഉള്ളൂ. 3 തരം സംഗീതം? 3 സംഗീതമേ ഉള്ളൂ. അതായത് മാപ്പ് സംഗീതം, സോപ്പ് സംഗീതം, ആപ്പ് സംഗീതം. മാപ്പ് സംഗീതം, സോപ്പ് സംഗീതം, ആപ്പ് സംഗീതം. ഇത് വേണമെങ്കിൽ ഞാൻ ഒന്ന് പാടി കേൾപ്പിച്ചേക്കാം. ആദ്യമായി മാപ്പ് സംഗീതം. മാനസേശ്വരി മാപ്പ് കണ്ട മാപ്പ് വേണ്ട, ഇതാണ് മാപ്പ് സംഗീതം. ഇനി സോപ്പ് സംഗീതം. വെള്ളക്കുമ്പം കുളിക്കണ നേരത്ത് മുന്നിൽ വന്ന് സോപ്പിട്ട് തന്നവനെ, ഇത് സോപ്പ് സംഗീതം. ഇനി ആപ്പ് സംഗീതം. ആപ്പ് കൈസ കോയി മേരി ജിന്ദഗിക്ക് കോയി മേ അപ്പഞ്ചായേ, 2 ആപ്പോട്ടെ അപ്പഞ്ചായേ. ഇത്രയൊക്കെ ഉള്ളൂ സംഗീതം. അല്ലാതെ ചുമ്മാ ആരോ ഒക്കെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു നമുക്ക് പ്രശ്നമല്ലാതെ. ഈ സ്വരം നന്നാവാനായിട്ട് എന്ത് ചെയ്യണം? പാട്ട് നിർത്തണം. സ്വരം നന്നാവുമ്പോ പാട്ട് നിർത്തണമെന്ന് കാരണന്മാര് പറയാറില്ല. അതാണ് ചെയ്യേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് എന്നാ സ്വരം നന്നാവണമെന്ന് പറഞ്ഞാൽ എങ്ങനെ? പാടുന്ന സ്വരം നന്നാവണം. സാധനം ചെയ്യണം. അത് ചെയ്യണം. അത് ചെയ്തെങ്കിലേ ഉള്ളൂ നമുക്ക് സ്വരം നന്നാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ശരി, അടുത്ത ചോദ്യം ചോദിച്ചോളൂ. ആശാനാണോ ആശാനെ സംഗീതം പഠിപ്പിച്ചത്? പിന്നെ ആശാനല്ലാതെ ശിഷ്യനാണ്ടാ സംഗീതം പഠിപ്പിക്കുന്നത്? അങ്ങനെയാണോ? ഇത് വേറെ കാര്യത്തിനും വേണ്ടിട്ട് വന്നേക്കുന്നതാണോ? വന്നൂല്ലോ, എന്റെ ശിഷ്യനാണ്. 7 കൊല്ലായി അലഞ്ഞിരിഞ്ഞ് നടക്കുക. കശ്മലൻ, ചുംബൻ, പിന്നെ എന്റെ പൊന്നെ, എന്നെ സ്നേഹം കൊണ്ട് ഇങ്ങനെ വീർപ്പ് മുട്ടിക്കല്ലേ ഗുരുവോ. ഒരു കഴിവ്. ഇത് ആരാ? ഇത് ഒരു പത്രത്തിൽ നിന്ന് വന്ന ആണോ? ഇന്റർവ്യൂ ചെയ്യാനായിട്ട് എന്റെ ഗുരുവിനെ ഇത്രത്തോളം അങ്ങോട്ട് പൂഴ്ത്താൻ വേണ്ടി മാത്രം എന്റെ ഗുരു എന്ത് ചെയ്തിരിക്കണേ. ഇതായി പോയിരിക്കുന്നു. അപ്പോ നമ്മുടെ ശിഷ്യനാണ്. 7 കൊല്ലായിട്ട് കണ്ടിട്ടില്ല. ഞാൻ അലച്ചില്ലായിരുന്നു. പിന്നെ അപ്പൊ ദക്ഷിണ വെച്ച സമയത്തെങ്കില് വെച്ചില്ലേലിങ്ങനെ ദക്ഷിണ പഴിക്കായിട്ട് പൈസ ആയിട്ട് ഇങ്ങനെ വെച്ച സമയത്തെങ്കില് ഒറ്റ രാഗാണ്. അനുഗ്രഹിക്കണം ഗുരു. അതിന് വരെ രാഗം ഉള്ള ഒരൊറ്റ ആള് ഇദ്ദേഹമാണ്. എന്തിനാ ഗുരു എന്നെ ഇങ്ങനെ വെറുതെ അങ്ങോട്ട് പുകഴ്ത്തത്? പക്ഷെ ഒരു കാര്യം പറയാട്ടോ, എന്റെ ഗുരുവിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എനിക്കുണ്ടോ. പറയാ, കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാൻ ഊര് മൊത്തം ഇങ്ങനെ ലോകം മുഴുവൻ അങ്ങോട്ട് സംഗീതം കൊണ്ട് അങ്ങോട്ട് സഞ്ചരിച്ചത്ര.
7 കൊല്ലായിട്ട് കറക്കാൻ തന്നെ കറക്കാം തന്നെ. കഴിഞ്ഞ ഒരു 7 വർഷത്തിനായിട്ട് ഒത്തിരി സ്ഥലത്ത് ഞാൻ പോയി. എവിടെയൊക്കെ പോയി? ആദ്യം പോയത് ഗുരുവായൂരായിരുന്നു. ഗുരുവായൂർ ഒരു 1.5 വർഷം അങ്ങോട്ട് നകളിച്ചു. കണ്ടാ നകളിച്ചു. ഗുരുവായൂർ കിടന്നങ്ങോട്ട് നകളിച്ചു. അതിനുശേഷം നേരെ അങ്ങോട്ട് ശ്രീപത്മനാഭ ക്ഷേത്രത്തിൽ അങ്ങോട്ട് പോയി. അവിടെ നടയിൽ ഇരുന്നിട്ട് ഒരു 3.5 വർഷം അങ്ങോട്ട് കുന്തളിച്ചു. തീർന്നില്ല. അതിനുശേഷം നേരെ പോയത് അങ്ങോട്ട് കണ്ണൂർക്ക് പോയി. അവിടെ അവിടെ പിച്ചാരി ഉണ്ടല്ലോ, പേര് കേട്ട ആളിന് സംഗീതജ്ഞൻ ആണ്. ഈ ഭാവം അവിടെ അങ്ങോട്ട് അർമാദിച്ചു. ഒരു 3 വർഷം പോരാഞ്ഞിട്ട് അങ്ങ് 3 മാസം അങ്ങോട്ട് അർമാദിച്ചു എന്നാണ് അവൻ പറയണത്. അപ്പോ അവന് ഇത് ചത്തിട്ടില്ലേ? ഇല്ലത്ര കൊടുക്കാവുള്ള അമ്പൂരോ ചോദിച്ചോ? ഇങ്ങോട്ട് പോണ സമയത്ത് ചോദിച്ചു, ഗുരുവിനെ ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം. ഓ അല്ലേ? അപ്പൊ പറയുക പറയട്ടെ. 7 വർഷം കഴിഞ്ഞിട്ട് ഗുരു ശിഷ്യനെ കണ്ടിരിക്കുകയാണ്. നീ എപ്പോഴാണ് ഈ നമ്പൂതിരിയായത്? അങ്ങനെ അത്രയും കൂടെ നമ്പൂതിരിക്കണ്ട. അല്ല, മുല്ലപ്പൂവും കൂടി ഏറ്റുകിടക്കും കല്ലിന് മുണ്ട് സൗരഭ്യം എന്നാണല്ലോ. കുറെ നേരമായിട്ട് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാണല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആശാനും ശിഷ്യനും ആയിട്ട് 7 കൊല്ലത്തിന് ശേഷം കണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും സംഗീതത്തിന്റെ ഒരു സദ്യ തന്നെ ഇവിടെ ഉണ്ടാവും. ഒരു മത്സരം തന്നെ അങ്ങ് ആയിക്കോട്ടെ. ശിഷ്യനും തമ്മിലുള്ള ഒരു മത്സരം തന്നെ ആയിക്കോട്ടെ. തുടങ്ങാ ഗുരു അങ്ങോട്ട് അനുഗ്രഹിക്കുക. എന്റെ ഒരു സംഗീതത്തിലെ ഒരു സംഭവമാണ് കച്ചം. പാടി എനിക്ക് ഇട്ടിട്ട് കച്ചസ്വരങ്ങളാൽ സൗഹൃദമേകും പ്രണവാഗമനേ. മദ്യമോ എന്നോടോ? പിടിച്ചോളൂ, എന്നാ പിടിച്ചോ. മദ്യരാഗങ്ങളിൽ നടന സുരകളിൽ അരിഞ്ഞുടങ്ങി വരും സംഗീതം. വെപ്രാളം 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 എന്നോടോ? പിടിച്ചോളൂ. ശൗരസ്വരങ്ങളിൽ മന്ത്രങ്ങളോതും ഹിമമകനമേ. ഓച്ചോ തീർക്കാണ് തീർക്കാണ്. സരിഗമപ സരിഗമപ സരിഗമ പദനി സനി തപമ ഗമ സനി സപമ ഗപമ നിർത്ത. ഛർദി 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 രാഗത്തിൽ പാടും. ജയിച്ചിരിക്കുന്നു. ജയിച്ചിരിക്കുന്നു. എല്ലാം സമ്മതിച്ചിരിക്കുന്നു. അല്ല ഗുരുവോ, ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം കേട്ടോ അടിയങ്ങനെ ആകാൻ കഴിഞ്ഞത്. തോച്ചു കൊടുത്താൽ ഇത് പോകൂലേ? ഇത്ര ആയ സ്ഥിതിക്ക് ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇടയ്ക്ക് ആശാൻ എന്തോ DPP പ്രകാരം എന്തോ ഒരു പരിപാടി തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. അല്ല, അതിന് ഈ കശ്മെല്ലാം കൂടെ പോവാ. അവസാനത്തെ ചൊൽക്കെട്ടിൽ അങ്ങോട്ട് പിടിക്കുക. അതായത് മറ്റൊന്നുമില്ല, ഞാൻ വന്നതിന്റെ കാര്യങ്ങൾ പറയാലോ. അറിയാം, ഒരാഴ്ചയായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് നടക്കുമായിരുന്നു. ഇത്രയും നാളായിട്ടും ആഹാരം കഴിച്ചിട്ടില്ല. തീരെ വിശേഷമില്ല. തിന്നാമ്പലെന്താ തിന്നാമ്പലെന്താ തിന്നാമ്പലം അത് പറ. അപ്പൊ അകത്തേക്കും കൂടി ചെല്ലുക. അകത്തേക്ക് ചെല്ലുക. എന്നിട്ട് ആവശ്യത്തിന് കഴിക്കാം. ആയിക്കോട്ടെ, അങ്ങോട്ട് പോവുക. അങ്ങോട്ട് പോവുക. അന്തർജനം. ആ പട്ടീനെ കഴിച്ചു വിട്ടേ. പട്ടീനെ കഴിച്ചോണ്ടിരുന്ന പട്ടിയും തീരെ ഒന്നും കഴിച്ചിട്ടില്ല. അതെ, അതുകൊണ്ടാ. അപ്പൊ നമുക്ക് സംഗീതത്തിലേക്ക് കിടക്കാം. നമ്മുടെ സംഗീതം എന്ന് പറഞ്ഞാൽ DPP പ്രകാരമുള്ള സംഗീതമാണ് നമ്മൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കാണുകയും ചെയ്യാം പഠിക്കുകയും ചെയ്യാം. കേട്ടോ, പറഞ്ഞു മനസ്സിലായില്ല? അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചേർന്ന് നിന്നോ കാണാൻ, അത് വേറെ സെറ്റപ്പാണത്. അപ്പൊ ഇതുപോലെ ഒരു മനുഷ്യനും ജീവിതത്തിൽ സംഗീതം പഠിപ്പിച്ചിട്ടില്ലാന്ന് തന്നെ അങ്ങ് പറയാം. എന്തെങ്കിലുമൊക്കെ പറയാം. സരി 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 സാരി സാരി സരി 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 ഗമ ഗമ ഗമക്കാണ് കൂല നമ്മൾ ഗമ 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 സരി 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 ഗമ 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 സരി 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 ഗമ 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 സരി സരി ഗമ ഗമ സരി സരി ഗമ ഗമ ഇതെന്താ പദ സരി 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 ഗമ ഗമ പദ പദ പറപ്പിക്കണം. സരി 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 ഗമ 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 പദ 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 സരി സരി ഗമ ഗമ പദ പദ സരി സരി പദ 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 പരി 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 പരി
എന്നാലും വെള്ളത്തിൽ കളിച്ചാ പനി പിടിച്ചു ഭയങ്കര പനി. അപ്പൊ ഇതാ പനി മാറിയിട്ട് ഒരു ദിവസം കേട്ടാ. ആയിക്കോട്ടെ. അപ്പൊ ശരി ഞാൻ പോകട്ടെ. ശരി ശരി സന്തോഷം. ഇങ്ങനെയൊക്കെ പഠിപ്പിക്കാം കണ്ടോ. ഒരു പാക്കറ്റ് സർഫും ഒരു സാരിയും വെച്ച് സംഗീതം പൂർത്തിയായി. അപ്പൊ പത ഇവിടെ ഇങ്ങനെ പതഞ്ഞു കിടക്കട്ടെ. ഈ രൂപ അതിനകത്ത് ഇട്ടാലേ കച്ചില കഴിയുമ്പോ എന്റെ ദൈവമേ പുത്തൻകോടിക്ക് ഒരു നുള്ളിരിക്കട്ടെ ആദ്യമായിട്ട് കേട്ടോ. എന്റെ വേണം ഇത് എന്റെ രസമാണ് ഇതിന്. എന്നാ ഉണ്ട് വിശേഷമൊക്കെ? അമ്മച്ചി സുഖമായിട്ട് അമ്മച്ചി അച്ഛനോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് അത് അറിഞ്ഞേച്ചാൽ മതി. ഒരു പ്രാരാബ്ദം ഒന്നും ഒരു സന്തോഷമില്ലായ്മ കാണരുത് വീട്ടിൽ കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് എല്ലാം ഞാൻ അങ്ങ് പഠിപ്പിച്ചേക്കാം കേട്ടോ. ഒന്നും ഞാൻ ഇനി നീക്കി വയ്ക്കുന്നില്ല. നല്ല രീതിയിൽ കൂടി തന്നെ നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പോൾ മാഷ് പഠിപ്പിക്കുന്ന എന്ന് ഞാൻ ഓർമ്മിക്കാറുണ്ടല്ലോ. ഏത് രീതിയിലുള്ള സംഗീതം ആണെന്ന് നമുക്ക് അറിയാമല്ലോ. അതെ, DP പ്രകാരമുള്ള സംഗീതമേ ഉള്ളൂ നമ്മൾ നടത്താറുള്ളൂ. അല്ലാതെ വേറെ പലരും ഒക്കെ പഠിപ്പിക്കുന്ന പോലെ പറ്റിയും വെച്ചേച്ച് ഉള്ള ഇതൊന്നും അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് DP അക്ഷരമാലം പഠിക്കാം, സംഗീതവും പഠിക്കാം. എന്നൊക്കെയാ അക്ഷരമാല പഠിക്കാം, സംഗീതവും പഠിക്കാം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങിയേക്കാം. വേണി ഇച്ചിരി കൂടെ ചേർന്നൊക്കെ നിൽക്കാം കേട്ടോ. അപ്പം ഗായിക്ക ഗായിക്ക മാങ്ങയോ പുളിയ മാങ്ങ തിന്നാനുള്ള സമയമായോ അവിടെ? എടി മാങ്ങ അല്ല പറഞ്ഞേ. നിസാരമായിട്ട് പറയാവുന്നുള്ളൂ. ഗാങ്ങ ഗായിക്ക ഗായിക്ക ഗാങ്ങ പറഞ്ഞേ. അടിപൊളി അടിപൊളി അടിപൊളി. അടിപൊളി. അങ്ങനെ എന്നോട് പറയാ. ടൈറ്റാണോ? എന്നാ അവിടെ മുഖം കാണണ്ട. Shake it, shake it, shake it. Move it, move it, move it. ചിന്താടി കപ്പക്കിഴങ്ങേ, ചെന്നാടി കാരക്കുഴമ്പേ, ആത്താടി അച്ചുമുറുക്കേ, തക്കാളി ചക്ക ചവപ്പേ, പാല് സക്ക ഇനിമ്പേ, സോപ്പാളി മച്ചക്കൊഴുപ്പേ. കാരക്കുഴമ്പേ, ആത്താടി അച്ചുമുറുക്കേ, തക്കാളി ചക്ക ചവപ്പേ, പപ്പാളി സക്ക ഇനിപ്പേ, സക്കാളി മച്ചക്കുഴുപ്പേ. പിന്നഴകിൽ താജ്മഹൽ, കട്ടഴകിൽ മൈസൂർ മഹൽ, കാലഴകിൽ കുതുബ് മിനാർ, പച്ചമേനി பார்க்கும்போது கச்சத்தீவு தான் நீ மாநகரம் இல்ல தலைநகரம். அந்த காஷ்மீர் முதல் கன்னியாகுமரி எல்லாம் உன்னோட. ஐத்தலக்கா 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 ஐ, செய்வதெல்லாம் செய்வதெல்லாம் செப்புடனே செய். ചിന്താടി കപ്പക്കിഴങ്ങേ, ചെന്നാടി കാരക്കുഴമ്പേ, ആത്താടി അച്ചുമുറുക്കേ.
cool it, mama. Yeah. Groovy. ஆடி வந்த அல்வா கடை, அசைஞ்சு வந்த மளிகை கடை, பளபளக்கும் பாத்திர கடை, பதுக்கி வச்ச ரேஷன் கடை, கும்முன்னு தான் வாசம் வீசும் குட்டி பூக்கடை. நீ பழக்கடை தான், தங்க நகைக்கடை தான், ஒரு துணிக்கடை தான், உனக்கு மட்டும் தேவைப்படாதே. ஐத்தல்லக்கா 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 ஐ, செய்வதெல்லாம் செய்வதெல்லாம் செப்புடனே செய். சிந்தாடி கப்பக்கிழங்கே, என்னாடி காரக்குழம்பே, ஆத்தாடி அச்சு முருகே, தக்காளி சக்க சப்பப்பே, பால் சக்க இனிப்பே, சோப்பாளி மச்ச கொழுப்பே. ஐத்தல்லக்கா 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 ஐ, செய்வதெல்லாம் செய்வதெல்லாம் செப்புடனே செய். ஐத்தல்லக்கா 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 ஐ, செய்வதெல்லாம் செய்வதெல்லாம் செப்புடனே செய். നിരത്തിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചു എന്ന വാർത്ത സർവ്വസാധാരണമാണ്. എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന വാർത്തയോ, രണ്ട് മിമിക്രിക്കാർ തമ്മിൽ കൂട്ടിയിടിച്ചു എന്ന്. മുല്ലപ്പൂം പല്ലിലോ മുക്കൂറ്റിക്കവിളിലോ അല്ലിമലർമിഴിയിലോ ഞാൻ മയങ്ങിയില്ല. ഇല്ല ദൈവമേ, പാട്ട് കൊണ്ടൊന്നും വീണ ലക്ഷണമില്ലെന്ന് തോന്നുന്നു. സിനിമാ നടന്മാരെ എടുത്ത് കഴിഞ്ഞാൽ അവള് വീഴും, ഉറപ്പാണ്. എൻ്റെ സുന്ദരി, എന്നെ ഒന്ന് നോക്കൂ, എൻ്റെ മുഖമൊന്ന് ശ്രദ്ധിക്കൂ. നിനക്ക് വേണ്ടി ഞാൻ കാത്തു നിൽക്കുകയാണ്. നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ കാത്തു നിൽക്കുന്നത്. രക്ഷയില്ല. ഓ, ഓരോരുത്തർ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതും പോയി, കോമ്പറ്റീഷനായി. സൂപ്പർ സ്റ്റാറിനെ തന്നെ എടുത്ത് കളയാം. ചേ എങ്ങനെയാണോടോ പെമ്പിള്ളേരെ അല്ലാണ്ടിക്കുന്നത്? ഞാൻ വിചാരിച്ചു നീ അതിലൊക്കെ വല്ല മാസ്റ്ററുമായിരിക്കുന്നു. നമ്മൾ ചൂണ്ടയിട്ട് കരക്കിരിക്കണം, അവരിങ്ങോട്ട് വന്ന് കൊത്തണം. പിന്നെ ഈ കൊത്തെന്നൊക്കെ പറയുമ്പോ കള്ളക്കൊത്തുണ്ട്, അത് സൂക്ഷിക്കണം. ശരിയായിട്ട് കൊത്തിയെന്ന് കണ്ടാൽ സാധനം നമ്മുടെ കസ്റ്റഡിയിൽ. അല്ലാതെ വെള്ളവും വയലിൽ കിടന്ന ഇവളുമാരൊക്കെ വളവളവളാന്ന് വരാല് പോണാരി പോകും. മനസ്സിലായില്ലേ? മമ്മൂട്ടി ചീറ്റി. മമ്മൂട്ടി ചീറ്റിയ സ്ഥിതിക്ക് ഇനിയിപ്പോ ഇതിലവള് വീണിരിക്കും, ഉറപ്പല്ലേ? പിന്നെ ഇത് നിസ്സാരക്കാരനൊന്നും അല്ലല്ല. ഇപ്പോഴും ഇങ്ങനെ പെൺപിള്ളേരൊക്കെ കളിച്ചിറക്കുന്ന ആളാ. ഞാൻ ശരിയാക്കിക്കണം. എന്റെ സിമേ, നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നമുക്ക് രണ്ടുപേർക്കും കൂടെ സാറ്റ് കളിക്കാം. നോക്കുന്നുണ്ടല്ലോ ദൈവമേ. ഒന്നുമില്ലെങ്കിൽ നീ എണ്ണുക, ഞാൻ ഒളിക്കാം. അല്ലെങ്കിൽ ഞാൻ എണ്ണാം, നീ ഒളിക്ക്. 1 2 3 4 5 ഒളിച്ചു. എന്താണ് കാണുന്നത് ഇവിടെ കിടന്ന്? ഇതെന്താണ് വളക്കാൻ നോക്കണം? നീ കിടന്ന് ഇവിടെ ഒന്നും ഏരിയയിൽ വളയൊന്നുമില്ല. പോടാ, വീട്ടിൽ പോടാ. മനസ്സിലായില്ല. ഓ, അത് ശരി. നീയാണല്ലേ പെമ്പിള്ളേരെയൊക്കെ വളയ്ക്കുന്ന അലവലാതി ഷാജി. അവന്റെ അപ്പൻ ഞാൻ സാജു. വീട്ടിൽ പോടാ. മിമിക്രിക്കാർ കുറെ ഇറങ്ങിയിട്ടുണ്ട്, കുറെ പെമ്പിള്ളേരെ വളയ്ക്കാൻ വേണ്ടി. മുമ്പ് പെമ്പിള്ളേരെ വളയ്ക്കാന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രം. വൃത്തിയേട്ടവൻ. പോ, വണ്ടിയിൽ കയറുന്നില്ല 2 മണിക്കൂർ. പുഷ്പ്രഭാതം ഞാനാ അഞ്ജനക്കല്ലു ഞാൻ നിരത്തി പെറുക്കി. ഹലോ, ഹായ്.
കുറെ ശല്യങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മളാ ഡീസൻ്റ്, നമ്മൾ നല്ല ഡീസൻ്റ്. വളഞ്ഞോ ഈശോയെ, കണി മോശമില്ല. ആ ഏത് റൂം എടുക്കണം? എന്തി ഒരു സിഗരറ്റ് കിടപ്പുണ്ടായിരുന്നു, കുത്തിക്കിടത്തിയതാ ആണല്ലേ? നിന്റെ മോന്ത എന്താണ് ഈ ഓന്ത് മൂക്കിപ്പൊടി വലിച്ചെല്ലിരിക്കുന്നത്? ആരാ മനസ്സിലായില്ല? മനസ്സിലായില്ലേ? ഇല്ല. ഇതേ പഞ്ചാര ബുക്കാണ്. അതെ. ഇവിടെ പഞ്ചാര അടിക്കേണ്ട കാര്യം ഞാൻ നോക്കിക്കോളാം. നീ അപ്പുറത്ത് പോയാൽ മതി. അതെ, മനസ്സിലായോ? ഞാൻ ഇടയ്ക്കൊന്ന് ജോയിൻ ചെയ്യാൻ കുഴപ്പമില്ലോ. ജോയിന്റ് കമന്ററി ബുക്കിൽ ഞാൻ അപ്പുറത്ത്, ഞാൻ ഇവിടെ നിന്ന് ജോയിൻ ചെയ്യാൻ കുഴപ്പമില്ല. അല്ല, എന്താ സംഭവം? ഇവിടെ അല്ലെ വെറുതെ ഇറങ്ങിയതാ. വെറുതെ അവളെ വളക്കാൻ ഇറങ്ങിയതാണ്. അവളെന്താണ് കമ്പി അവളക്കാൻ? അല്ലല്ല, ഇത് ഞാൻ നോക്കിക്കോളാം. ഇത് ഞാൻ നോക്കിക്കോളാം. ഓഹോ. ഞങ്ങൾ കുറച്ച് മിമിക്രിക്കാരുണ്ട് ഇവിടെ, മനസ്സിലായോ? ഒരു മിമിക്രിക്കാരൻ പോയുള്ളൂ, മമ്മൂട്ടി എടുത്തിട്ട്. അവൻ മരപ്പെട്ടിനെ പോലെ പോയി. അപ്പൊ അവൻ വന്നല്ലേ? അവൻ വന്ന്. അവൻ പഴയ മമ്മൂട്ടി എടുക്കണത്. അതൊന്നും കാര്യമില്ല. പുതിയ ട്രെൻഡാണ് ഇപ്പോ. അതെ, മനസ്സിലായില്ലേ? മമ്മൂട്ടി പുതിയതാണ്. പുതിയതാ? അതെ, പുതിയ മമ്മൂട്ടിയാ. ക്രോണിക് ബാച്ചിലർ. ചിരി ചിരിയോ നിന്നും വരച്ചിരിയിൽ പിറന്നാൾ പിറയോ, തുടി തുടിയോ നീ തുടുതുടെ തുടുക്കുന്ന തിരുവാതിരയോ, പെണ്ണിൻ കുലുകുല ചിന്നൊരു കുറുനീര തഴുകന്റെ മുത്താരം മുത്തായ മുത്ത് മലത്താറ്റയോ. ക്രോണിക് ബാച്ചിലർ രക്ഷയില്ല. അല്ല, ഒരു ചാൻസ് കൊടുത്തരും, ഒരു ചാൻസ് കൊടുത്തരും. ഒരാളെ ഞാൻ അനുകരിച്ചേ, ഇവളെ ഞാൻ വീഴ്ത്തി തന്നിരിക്കും. കഥ, തിരക്കഥ, സംഭാഷണം. ആരാണ്? ബാലേന്ദ്ര മേനോൻ. നോക്കിക്കോ. വീഴോ നോക്കട്ടെ. പിന്നെ എന്റെ എല്ലാം എല്ലാമല്ലേ, എന്റെ ചേലുത്ത ചെമ്പരുന്നല്ലേ, എന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, എന്റെ മാറിലെ മായ ചന്ദനം പുട്ടെനിക്കല്ലേ, കിളിങ്ങിണിച്ചപ്പേ ചിരിക്കാ ചെമ്പകമുട്ടേ, പിണങ്ങാൻ എന്താണ് മിനിങ്ങാൻ എന്താണ് മയങ്ങാൻ എന്താണ് എന്റെ എല്ലാം അതും പോയി. ബാലേന്ദ്ര മേനോൻ. എടാ വീട്ടിൽ പോടാ, അതൊന്നും വളയൂല. ഇതാരാണത്? അതെ, പ്രായപൂർത്തിയായവർ നിൽക്കേണ്ട സ്ഥലമാണ് ഇത്, മനസ്സിലായ? നിങ്ങൾ സൈസുള്ള രണ്ട് വ്യക്തികളെ ശ്രമിച്ചിട്ട് നടന്നില്ലല്ലോ. ഞാൻ അപ്പുറത്തുനിന്ന് കാണുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് കാണായിരുന്നാ? നന്നായിട്ട് വിഷമിച്ചല്ലേ? കുറച്ച് വേർത്തെന്ന് തോന്നുന്നു. വേർത്തൊക്കെ തൂക്ക്. വേർത്ത് ഇയാളെന്തിനാ വന്നേക്കണേ? അല്ല, ഇത്ര സൈസുള്ള നിങ്ങൾ രണ്ടുപേരും ശ്രമിച്ചല്ലോ, നടന്നില്ലല്ലോ. ഇവനാ 6 അടിയുള്ള ഞാൻ നോക്കിയിട്ട് വിളില്ല, പിന്നെ 6 ഇഞ്ചുള്ള ഇവൻ. 6 ഇഞ്ചും അത് വിടെ അളന്ന് നോക്കൊന്നും വേണ്ട. ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? ചിരിക്കണ്ട, കളിയാക്കൊന്നും വേണ്ട. ഞാൻ നോക്കൂ, ഞാൻ നോക്കട്ടെ. കാണ് ദിൽവാലിയ ദുൽഹാനിയെ ലേ ജായേങ്കെ. മണ്ണും ചാരിനവൻ പെണ്ണിനെ കൊണ്ടുപോയി. കണ്ട് പഠിക്ക് വാ. ചെത്തിപ്പൂ ചെണ്ടു വിരിഞ്ഞു, പല്ലാക്ക് മൂക്കുത്തി കല്ലു മിനുങ്ങി, ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ, ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ.
കരളെ നീ വരാൻ കനവും കണ്ടു ഞാൻ കടവിൽ നിൽക്കയാണിന്നോളവും. നോറ്റു കാത്തു നിന്ന് നോക്കി നോക്കി നോറ്റിരുന്നു കാൽക്കുഴഞ്ഞേ കൈകുഴഞ്ഞേ. നാലു നിലപ്പന്തലിൽ ഈ നാലാളും കൂട്ടരുമായി മിന്നുകെട്ടിനെന്നു വരും എന്നിനി എന്നിനി എന്നു വരും. നീയില്ലാതെ ജന്മം പൂക്കുമോ നിന്നോടാണ് എനിക്കാരാധന. കടലിനും അക്കരയിലും മാലി മാലി മണപ്പുറത്തും കാത്ത് കാത്ത് കാത്തു നിന്നെ. കടവിലും അക്കരയിലും മാലി മാലി മണപ്പുറത്തും കാത്തു 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 നിന്നെ. ചിങ്കാരപ്പല്ലക്കിൽ സിന്ദൂരച്ചെപ്പോടെ പൊന്നുകെട്ടിനെന്റെ അഴകനെ നിനിയെന്നു വരും. ചുണ്ടത്ത് ചെത്തിപ്പൂ ചെണ്ടു വിരിഞ്ഞു പല്ലാക്ക് മൂക്കുത്തി കല്ലുമിനുങ്ങി. കല്യാണച്ചെമ്പൊന്നിൻ താലികിലുങ്ങി അള്ളിപ്പൂലോലാക്കിൻ ചേലുകിണുങ്ങി. ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ. ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ. ചുണ്ടത്ത് ചെത്തിപ്പൂ ചെണ്ടു വിരിഞ്ഞു പല്ലാക്ക് മൂക്കുത്തി കല്ലുമിനുങ്ങി. ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ. ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ. നമ്മുടെ നാട്ടിൽ ഒരുപാട് 5 സ്റ്റാർ ഹോട്ടലുകളുണ്ട്. അവിടെ എത്തിപ്പെടുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരുപാട് അബദ്ധങ്ങളും പറ്റാറുണ്ട്. ഇവിടെ ഇതാ 2 സാധാരണക്കാർ ഇത്തരം ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ചെന്നുപെട്ടിരിക്കുകയാണ്. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ എന്താ അലങ്കാരം, ഒന്ന് ഫ്രഷ് ആയേക്കാം. അപ്പൊ ഒരു സംശയം ചോദിച്ചോട്ടെ, എടാ ഈ 5 സ്റ്റാർ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 സ്റ്റാർ ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കയറി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ബില്ല് ഒരുപാട് വരും. അപ്പൊ ഏതാണ്ട് കുറഞ്ഞൊരു 5 നക്ഷത്രമെങ്കിലും നമ്മൾ എണ്ണും. അതാണ് നക്ഷത്രം എണ്ണിപ്പോ, അതാണ് 5 സ്റ്റാർ ഹോട്ടൽ. പക്ഷെ തൊട്ടപ്പുറത്തെ കടയിൽ ഫാസ്റ്റ് ഫുഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അത് മനസ്സിലായില്ലേ? ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഓർഡർ ചെയ്ത് ഫാസ്റ്റ് ആയിട്ട് തരും, ഫാസ്റ്റ് ആയിട്ട് പോവുകയും ചെയ്യും. അതാണല്ലേ? അതെ അതെ. ആരും കാണുന്നില്ലല്ലോ ഇവിടെ. വരും വരും വരും. ചായ അടിക്കണമെന്നൊന്നും ഇല്ല ഇവിടെ. ദൈവമേ ഇതാരേ? മൂലക്കുരിന്റെ അസുഖമുണ്ട്. വെൽക്കം ടു ദി റെസ്റ്റോറന്റ്. നമസ്കാരം മഹാരാജ്. പ്ലീസ് കീപ് മാനേഴ്സ്. എന്താണത്? രാജാവെ അറിയാണ്ട് കയറി പോയതാ. ഇത് കൊട്ടാരം എന്ന് പറഞ്ഞില്ലായിരുന്നു. രാജാവല്ല, ഐ ആം ദ ബെയറർ ഓഫ് ദ റെസ്റ്റോറന്റ്. റെസ്റ്റോറന്റ് ആളാ. വുഡ് യു ലൈക്ക് ടു പ്ലേസ് എനി ഓർഡർ? കഴിക്കാൻ പ്ലീസ്. കണ്ട കടിച്ചിട്ട് മുറിയുന്നില്ല, തിന്നാൻ പറ്റുന്നില്ലല്ലോ. ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെ കഴിക്കാനുണ്ടെന്നുള്ളത്. അത് പറയണ്ടേ, എഴുതി വെച്ചിട്ടുണ്ടെന്ന്. ആദ്യം അത് പറയണ്ടോ? നോക്കി പറഞ്ഞാ പോരെ അത്. ഇതൊക്കെ ഉണ്ടോ ഇവിടെ? ഇംഗ്ലീഷാ? ഇംഗ്ലീഷ് ഞാൻ വെറുതെ മേടിക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ തരാൻ പാടില്ല, അറിയാൻ പാടില്ല.
എന്തൊക്കെയുണ്ട് വായിച്ചേ? ചിക്കൻ വെറൈറ്റീസ്, ചിക്കൻ ടിക്ക, ചിക്കൻ 65, ചിക്കൻ ബാബോ, ചിക്കൻ മ്യാമി ആൻഡ് ചില്ലി ചിക്കൻ. എനിക്ക് 2 ചിക്കൻ മ്യാവ് മ്യാവ്. എനിക്ക് 2 ചിക്കൻ ബൗ ബൗ. നിന്നെ സമ്മതിക്കണം, ഈ കോഴിയുടെ ഒക്കെ ഒരു ഭാഗ്യേ. ചാവണേക്കുമ്പോ എന്താ കോഴിനെ വിളിക്കുന്നത്? കോഴി ബാ ബാ ബാ. തിന്നെ താവലി താവലി. ബാ ബാ ബാ. ചത്ത് കഴിഞ്ഞാലാ കോഴി 55, 95, ചിക്കൻ ടിക്ക, ചിക്കൻ മ്യാവ് മ്യാവ്, ചിക്കൻ ഡുക്കു, ഡിസ്കു. വെജിറ്റബിൾ ഡിഷസ് ഉണ്ട്, വെജിറ്റബിൾ വെറൈറ്റീസ്, ചില്ലി ഗോബി, ഗോബി മഞ്ചൂരി. എന്നിട്ട് പാടില്ല. ഗോബി മഞ്ചൂരി അത് മനസ്സിലായില്ലേ? സുരേഷ് ഗോപിയും മഞ്ജു വാര്യരും ചേർന്നുണ്ടാക്കിയ ഒരു പാചകമാണ് ഗോബി മഞ്ചൂരി. 2 ഗ്ലാസ് മതി എനിക്ക്. എന്ത് ഗോബി മഞ്ചൂരി? നിങ്ങൾക്ക് കഴിക്കാൻ എന്താ വേണ്ടത്? കഴിക്കാനല്ല, കുടിക്കാനാണ് വേണ്ടത്. യു വാണ്ട് ടു ഡ്രിങ്ക്? അതെ. അതന്നെ. What you want? Tea? ചായ. Indian tea or Chinese tea? ട്രെയിനിലേക്കില്ലേ ചായ. Okay, Indian tea or Chinese tea? ഇന്ത്യൻ. അമ്മേ വേണ്ട. വന്ദേ മാതരം. അമ്മേ. ഇതെന്താ ഇയാൾ കാണിക്കുന്നത്? ദേശസ്നേഹിയാണ്. ഞങ്ങൾക്ക് ചായ മതി. ചായ. ഇന്ത്യൻ ടീ വേണം. ഇന്ത്യൻ ടീ. ഇന്ത്യനോടുള്ള സ്നേഹമാണ് അതെ കാണിച്ചത്. ഇന്ത്യൻ ടീ. ഇന്ത്യൻ ടീ. 2 ചായ. ഓർഡിനറി ടൈപ്പ്. ഓർഡിനറി. ഓർഡിനറി ഇന്ത്യൻ ടീ. ഓർഡിനറി വേണ്ടേ? ഗ്ലാസ്. എടുത്ത് ഗ്ലാസ് എടുത്തിട്ട് ഇങ്ങനെ കഴുകി ഇളക്കി ചൂടോടെ നേരെ കഴുകി വെച്ചിട്ട് നേരെ ചായ എടുത്തിട്ട് ചായപ്പൊടി ഇട്ടിട്ട് വിത്ത് പദാസ്. ഓ, വിത്ത് പദ ആൻഡ് വിത്ത് സൗണ്ട്. ഓക്കേ. അതുപോലത്തെ 2 കട്ടൻ ടീ. ടൂട്ടി. ഫ്രൂട്ടിനെ. ടൂട്ടി. ഓക്കേ. 5 minutes. താങ്ക് യു. നടപ്പുണ്ടല്ലേ? നീ എന്തു പണിയാ ചെയ്ത്? എന്തിനാ ഈ ഓർഡിനറി ടീ ഓർഡർ ചെയ്ത്? അതെങ്ങനെ ഓർഡർ ചെയ്ത പ്രശ്നം? എടാ, ഓർഡിനറി ടീ എന്ന് പറഞ്ഞ എല്ലാ സ്ഥലത്തും നിർത്തി ഇവിടെ വരുമ്പോ തണുത്തു പോവില്ലേ? മിനിമം സൂപ്പർ ഫാസ്റ്റ് ടീ ഓർഡർ ചെയ്യാൻ മേലായിരുന്നു. പറയാൻ പാടില്ലായിരുന്നു. എനിക്കറിയാൻ പറ്റും. ഞാനും മറന്നു പോയില്ലേ? ഞാൻ പറഞ്ഞു, നീയല്ലേ പറഞ്ഞു? അതൊന്നും ഓർപ്പിക്കണ്ട. രാജാവത്തി റെഡി. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. 4 ഗ്ലാസ് വേണ്ട. ഇത് സ്റ്റാർ ഹോട്ടലിന്റെ സ്റ്റൈലാണ്. അതായത് ഒന്നിൽ തേയിലുണ്ട്, അതിൽ പഞ്ചസാരയുണ്ട്, അതിൽ പാലിലുണ്ട്, ഇത് ചൂടുവെള്ളമുണ്ട്. ഇത് നിങ്ങൾ സ്വയം മിക്സ് ചെയ്ത് കഴിക്കണം. ദിസ് ഇസ് ദ സ്റ്റൈൽ ഇൻ ദ 5-star റെസ്റ്റോറന്റ്. ഇതാണ് സ്റ്റൈല്. നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഈ കണക്കിലാണ് നമ്മൾ ചോറ് പറഞ്ഞെങ്കിൽ തെണ്ടി പോയനേട്ടാ. ചോറ് പറഞ്ഞേടാ നീ കലം, അടുപ്പ്, വിറക്, ഇത് വേണ്ട എല്ലാ സാധനങ്ങളും. ദിസ് ഇസ് ദ സ്റ്റൈൽ ഇൻ ദ 5-star. അത് മനസ്സിലായി. നിന്റെ സ്റ്റൈലാ ഞങ്ങൾക്ക് മനസ്സിലായി. ഏത് സ്റ്റൈലാ കഴിക്കാൻ വേണ്ടത്? കോണ്ടിനെന്റൽ സ്റ്റൈൽ ഓർ ഇന്ത്യൻ സ്റ്റൈൽ? വന്ദേ മാതരം. ക്ഷമിക്കൂ. ഇന്ത്യൻ സ്റ്റൈൽ. ഇന്ത്യൻ സ്റ്റൈൽ മതി. അപ്പൊ ഈ നോർത്ത് ഇന്ത്യൻ വേണോ അതോ സൗത്ത് ഇന്ത്യൻ വേണോ? സൗത്ത് ഇന്ത്യൻ മതി. സൗത്ത് ഇന്ത്യൻ എന്ന് പറയുമ്പോൾ ഈ മദ്രാസ് സ്റ്റൈൽ വേണോ അതോ കേരള സ്റ്റൈൽ വേണോ? നിന്നോട് കേരള സ്റ്റൈൽ, കേരളക്കാരല്ലേ? ഓക്കെ. കേരള എന്ന് പറയുമ്പോൾ ഈ ട്രിവാൻഡ്രം സ്റ്റൈൽ വേണോ അതോ കോഴിക്കോട് സ്റ്റൈൽ വേണോ? കോഴിക്കോട് മതി. കോഴിക്കോട് എന്ന് പറയുമ്പോൾ തിരൂരങ്ങാടി സ്റ്റൈൽ വേണോ അതോ പരപ്പനങ്ങാടി സ്റ്റൈൽ? ഇവന്റെ മോന്തടിച്ച് പരത്തേണ്ട സമയം കഴിഞ്ഞില്ല. പരപ്പനങ്ങാടി സ്റ്റൈൽ. പരപ്പനങ്ങാടി സ്റ്റൈൽ എന്താണ് വേണ്ടത്? ഞാൻ പറഞ്ഞുതരാം. 3 കൾസ്. 3 കൾസ്. അതിനുള്ളിൽ വലിയൊരു ടച്ച്. ഓ, ടച്ച്. പീസ്. ഫയർ. സോ മാംഗോ ട്രീ. ലൂസ് മാംഗോ ട്രീ. മാവ് ലൂസ്. തവീസ്. കോസ്. ഓ, പരത്തൽ. ഓക്കെ. യു മീൻ ദോശ. ദോശ. ഓക്കെ. ദോശ വെറൈറ്റീസ് ഉണ്ട്. അതായത് ദോശ വെളിച്ചെണ്ണ പൊരിച്ചത് വേണോ നെയ്യ് പൊരിച്ചത് വേണോ? നെയ്യ് പൊരിച്ചത് മതി. നെയ്യ് എന്ന് പറയുമ്പോ പശുവിന്റെ പാലിൽ നിന്നുള്ള നെയ്യ് വേണോ പോത്തിന്റെ പാലിൽ നിന്നുള്ള നെയ്യ് വേണോ? ഏത് നെയ്യാലും കണക്കല്ലേ, പശുവിന്റെ തന്നെ മതി. പശു എന്ന് പറയുമ്പോൾ വെളുത്ത പശുവിന്റെ പാലിൽ നിന്ന് വേണോ അതോ കറുത്ത പശുവിന്റെ പാലിൽ നിന്ന് വേണോ? വെറൈറ്റീസ് എന്തൊക്കെയാണ് വെറൈറ്റീസ് ആണെങ്കിലും എല്ലാം കറക്കണക്കൊന്നു തന്നെയല്ലേ, പാല് തന്നെയല്ലേ വന്നത്. വെളുത്ത പശുവിന്റെ മതിയോ? വെളുത്ത പശു മതി. ആണ് കറന്ന പാല് വേണോ അതോ പെണ്ണ് കറന്ന പാല് വേണോ? പിന്നെ അപ്പം കറന്ന പാല് മതി. പെണ്ണ് കറന്ന് തന്നെ മതി. പെണ്ണ് കറന്ന സ്റ്റീൽ പാത്രത്തിൽ കറന്ന വേണോ അതോ അലൂമിനിയം പാത്രത്തിൽ കറന്ന വേണോ? അലൂമിനിയം പാത്രത്തിൽ കറന്ന് മതി. അലൂമിനിയം പാത്രം. ഒരു കത്തി കിട്ടുകാരനെ കുത്തി ഇവന്റെ കുടലെടുക്കായിരുന്നു. നൈഫ്, പ്ലാസ്റ്റിക് നൈഫ് ഓർ സ്റ്റീൽ നൈഫ്? സൈക്കി. വന്ദേ മാതരം. എന്റെ അറിയാണ്ട് കയറി പോയതാ. ഞങ്ങൾ പോവേണം. ഞങ്ങൾക്ക് വേണ്ട, ഒന്നും വേണ്ട. എക്സ്കലേറ്റർ വഴി പോണോ ലിഫ്റ്റ് വഴി പോണോ? ഞങ്ങളെ വെറൈറ്റീസ് എല്ലാം വെറൈറ്റീസ് ആണല്ലോ. ഞങ്ങൾ എങ്ങനെയും പൊക്കോളാം, ഒന്നും വേണ്ട. അതെ, ഞങ്ങൾ പോണതിന് മുമ്പ് ടിപ്പ് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അല്ല, ഒന്നും കഴിക്കാതെ കഴിക്കൊന്നും വേണ്ട, ഞങ്ങൾ ടിപ്പ് അങ്ങ് കൊടുക്കുക. ഞങ്ങൾ വയറ് നിറഞ്ഞു. നോ പ്രോബ്ലം. അപ്പൊ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡോളർ വേണോ ഇന്ത്യൻ കറൻസി വേണോ? ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഡോളേഴ്സ് ആണ്. വേണമെങ്കിൽ ഡ്രംസ് തരാം. വേണ്ട, ഡോളേഴ്സ് എന്തായാലും മതി. നോട്ട് വേണോ ചില്ലറ വേണോ? നോട്ടായിട്ട് തരുന്നതാണ് അതിന്റെ ഒരു സ്റ്റാൻഡേർഡ്. ഇടത് കൈ കൊണ്ട് വേണോ വലത് കൈ കൊണ്ട് വേണോ? ഐശ്വര്യമായിട്ട് വലത് കൈ കൊണ്ട് തരുന്നതാണ് അതിന്റേതായ ഒരു സ്റ്റൈൽ. അതാണ് അതിന്റെ ഒരു സ്റ്റൈൽ. അപ്പൊ ഐശ്വര്യമായിട്ട് കൊടുത്തേക്ക്.
എന്തിനാ എന്നെ തല്ലിയത്? ഇതാടാ ഞങ്ങളുടെ ഒരു സ്റ്റൈല്. തൊഴിലില്ലായ്മ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിൽ എന്തിനും ഏതിനും ഇന്റർവ്യൂ സർവ്വസാധാരണമാണല്ലോ. സിനിമയിൽ അഭിനയിക്കാൻ നടന്മാരെ ആവശ്യമുണ്ടെന്ന പരസ്യം കണ്ട് ചാൻസ് ചോദിച്ചെത്തുന്ന രണ്ട് മിമിക്രിക്കാരെ നമുക്കിപ്പോൾ പരിചയപ്പെടാം. ഒരു സിനിമ ഇന്റർവ്യൂ.
അപ്പൊ നമ്മൾ പുതുതായിട്ട് ചെയ്യാവുന്ന പടത്തിലേക്ക് പുതുമുഖങ്ങളെ തെരഞ്ഞെടുക്കുന്നുണ്ട്, അറിയാലോ അല്ലേ? അറിയാം. അപ്പൊ നമ്മൾ പുതുമുഖങ്ങളൊക്കെ എത്തിയിട്ടുണ്ടോ അവിടെ? പുതുമുഖങ്ങൾ വേണം സാർ, ഞാനില്ലേ. ഇയാൾ അഭിനയിക്കാൻ വന്നാണോ? അപ്പൊ ഇയാൾ ഇവിടുത്തെ പ്രൊഡക്ഷൻ പോയാണ്, മനസ്സിലായോ? ഓക്കേ. അതാദ്യം മനസ്സിലാക്കുക. അപ്പൊ ഉള്ളവരൊക്കെ അങ്ങോട്ട് കയറ്റിവിട്. പുറത്ത് ഭയങ്കര തിരക്കാണ് സാർ. ഭയങ്കര തിരക്കാണ്. എത്ര പേരുണ്ട്? 3 പേരുണ്ട്. 3 പേരുണ്ട് തിരക്കുണ്ടെന്ന് പറഞ്ഞ്. അവർ പരസ്പരം തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. പരസ്പരം തിരക്ക്. ആരെങ്കിലും ഉള്ള കടത്തി വിടുക. കടത്തി വിടാം. ആ ഓക്കെ ഓക്കെ സാർ, എന്റെ കാര്യം ഒന്ന് ഓർത്തേക്കണം. ഓർക്കാം. യെസ്, കം ഇൻ പ്ലീസ്. കൊള്ളാം. നമസ്കാരം. നമസ്കാരം. അഭിനയിക്കാൻ വന്നോ? പേടിക്കണ്ട. പുതുമുഖമായിട്ടല്ലേ? ഓക്കെ. എന്താ ഇയാളുടെ പരിപാടി? എന്താ? ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. എന്തൊക്കെ ചെയ്യും? മിമിക്രി ആർട്ടിസ്റ്റ് സിനിമ നടന്മാരുടെ ശബ്ദമൊക്കെ എടുക്കും. അയ്യോ, ഇത് എല്ലാ മിമിക്രിക്കാരും പറഞ്ഞാണ്. വേറെ എന്തെങ്കിലും ചെയ്യോ? ഞാൻ പാട്ട് പാടും. പാട്ട് ഇപ്പൊ യേശുദാസ്, MG ശ്രീകുമാറൊക്കെ ഉണ്ട്. വേറെ എന്താ ചെയ്യണേ അയാള്? ഞാൻ പിന്നെ ഈ മിമിക്രിക്കാരൊക്കെ സിനിമാക്കാരുടെ ശബ്ദം എടുക്കണത്. അതെ, ഞാൻ രാഷ്ട്രീയ നേതാക്കളുടെ ശബ്ദമൊക്കെ എടുക്കും. അത് TV നോക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും രാഷ്ട്രീയക്കാരെ അനുകരണം മാത്രമാണ്, വേറെ ഒന്നുമില്ലേ? അതല്ല ഞാൻ പറയാൻ വന്നത്. രാഷ്ട്രീയ നേതാക്കളുടെ ശബ്ദം വെച്ചിട്ട് ഞാൻ പാട്ട് പാടും. രാഷ്ട്രീയ നേതാക്കളുടെ പാട്ട് പാടും? അതെങ്ങനെയാ? അത് കാണിച്ചു തരാം. അത് കഴിഞ്ഞാൽ എന്നെ സിനിമയിൽ എടുക്കോ? നോക്കട്ടെ. പാടാട്ടാ. എന്റെ എല്ലാമല്ലേ, എന്റെ ചേലൊത്ത ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, നിന്റെ മാറിലെ മായ ചന്ദന പൊട്ടെനിക്കല്ലേ. ഒരു മിനിറ്റ്. ഈ പാട്ട് ഞാൻ ദിവസം കേൾക്കണം. ഇയാൾ ഇതുകൂടെ ഒന്ന് പാടണമെന്നില്ല. വരും. ഇത് ഞാൻ പാടണത്. ഇനിയിപ്പോ വരും. ഇനി എന്താണ്? ഓരോരുത്തരായിട്ട് വരുന്നത്. രാഷ്ട്രീയ നേതാക്കൾ. റെഡിയായോ? മൂന്നാറിലെ മൂന്തിൽ മുത്താരമായി മാറാം, ഇല്ല നിലാവത്തും ഇന്നു വറുവിയാൽ മുത്തരഞ്ഞാടും തീർക്കാം. കോമഡി കോമഡി. ഇല്ലാവയിൽ ചില്ലാണയാൽ പൊന്മാറിടം മൂടാം, വെയിലത്തിരിക്കുമ്പോൾ വീശിത്തണുക്കാൻ മേഘവിശറിയുണ്ടാക്കാം. നിന്നോടു മിണ്ടില്ല ഞാൻ, നിന്നോടു കൂട്ടില്ല ഞാൻ, നിന്നോടു മിണ്ടില്ല ഞാൻ, നിന്നോട് കൂട്ടില്ല ഞാൻ. ഖജനാവിൽ 5 പൈസ എടുക്കാനില്ല, പട്ടി പൂച്ചയൊക്കെ പ്രസവിച്ചെടുക്കാണ്. കരളിലെ കള്ളഞ്ചാരല്ലേ പിണങ്ങാൻ എന്താണ് ശ്വാസം മുടിച്ചത്തോനെ അല്ലേ? ചെല്ല്. ഓക്കെ അല്ലേ? വീട്ടിലേക്ക് ചാൻസ് ഉണ്ട്. പോ, ഇറങ്ങ്. ഓരോന്ന് കാലത്തെ മനുഷ്യൻ ശല്യപ്പെടുത്താൻ വരും. അടുത്താരാ? ഹലോ അസിസ്റ്റന്റ്, കം ഇൻ. സാറേ, ആ, കമലഹാസന്റെ പോലത്തെ ആള്, അടിപൊളി ആള് വന്ന് വിളിക്കുന്നത് ഇവിടെ. കമലഹാസനെ പോലുള്ള ആളോ? അതെ അതെ. അയ്യോ, അങ്ങനെയുള്ളവരെ എനിക്ക് വേണ്ടത്. കടത്തിവിട്. ശരി സാർ. ശരി. അസിസ്റ്റന്റ്, എവിടെ ആളെ കടത്തി വിടൂ. അയ്യോ, ഇതാണോ കമലഹാസൻ? ഇത് എന്ത് കമലഹാസനാണത്? അടുപ്പിൽ വീണതാ? അയ്യത് എന്താണത്? താനാണ് കമലഹാസൻ? അപൂർവ സഹോദരത്തിലുള്ള കമലഹാസനാ. താനവിടെ വീണ്. താനവിടെ വീണെന്ന്. എനിക്ക് ഒരു ചാൻസ് തരുമോ സാറേ? ഇയാളെന്താ ചെയ്യാൻ പോണോ ഇവിടെ? എന്റെ പേര് ഇതുണ്ടോ? എന്ത് ഇങ്ങനെ എഴുതണം അവിടെ? ആ ബുക്കും പേപ്പർ കൊണ്ടുവരൂ. എഴുതിയെടുക്കണം. എഴുതിത്തോളാം. പേന. ഓക്കെ, ആയിക്കോട്ടെ. എന്താ പേരെന്താ? പേര് സുരേഷ്. PS. സുരേഷ് PS. സുരേഷ്. PSC സുരേഷ്. സുരേഷ് PS. ആദ്യം PS. സുരേഷ് അല്ലെങ്കിൽ PSC. സുരേഷ് PS. സുരേഷ്. എടാ, PSC ആണോ അല്ലെങ്കിൽ സുരേഷ് ആണോ? സുരേഷ് PS. ആയിക്കോട്ടെ, സുരേഷ് PSC. അങ്ങനെ ആക്കാം. PS-ലാക്കാം. താനവിടെ വീണെന്ന്. വീണായിരുന്നു. ഇയാൾ ഈ കൊമ്പും വെച്ചോണ്ട് നടക്കണതിന് അത് ഉരി വെച്ചേ, അത് മാറ്റിയത്. ഇങ്ങനെ ആക്കാം. അങ്ങനെ വെച്ചോ. ഇയാൾ എന്താ ചെയ്യാൻ പോണ ഇവിടെ? ഞാൻ മിമിസ്ക്രിയില് ഞാൻ മെയിനായിട്ടും മിമിസ്ക്രി ആണല്ലോ. മിമിസ്ക്രി അല്ല, മിമിക്രി. എന്താ പറഞ്ഞേ? മിമിക്രി. കറക്റ്റാണ്. മിമിക്രി. അതെന്താ ചെയ്യാൻ പോണത്? അതങ്ങനെയാണ് അതിന്റെ മെയിനായിട്ടും ഞാൻ ഈ നടന്മാര് ഇതുണ്ടല്ലോ. ഏത് നടനാ ചെയ്യാൻ പോണത്? ഒച്ച ഒക്കെ കേൾപ്പിക്കും ഞാൻ. ഏത് നടന്റെ സൗണ്ട് സൗണ്ട് കേൾപ്പിക്ക്. മമ്മൂട്ടിയുടെ എടുക്കാം.
മമ്മൂട്ടിയുടെ എടുക്കും. എന്തെടുക്കുന്നു? മമ്മൂട്ടിയുടെ സൗണ്ട് മറ്റേ വാത്സല്യം കണ്ടോ? ആ വാത്സല്യം കണ്ടാണ്. വാത്സല്യത്തിൽ മമ്മൂട്ടി ഒരു കൃഷിക്കാരനാണല്ല. ആ കൃഷിക്കാരനാണ്. കൃഷിക്കാരനായിട്ട് അവരുടെ വീട്ടിൽ ഭയങ്കര കഷ്ടപ്പാടും തണ്ണും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആണല്ലോ മറ്റേ വക്കീലാനായിട്ട് സിദ്ദീഖ് പഠിക്കാനായിട്ട് പഠിക്കാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ വീട്ടിൽ ജപ്തി വരുമ്പോഴത്തേക്കും പറഞ്ഞ ഒരു ഡയലോഗുണ്ടല്ലോ. ഒരു ഡയലോഗ് പറയണ്ടോ മമ്മൂട്ടി അതിനകത്ത്? ഡയലോഗ് വേണ്ടോ? ഒന്നുകൂടെ പറയാം. ഡയലോഗ് വേണ്ടോ? കറക്റ്റാണ്. ഒന്ന് പറയാം. ഡയലോഗ് പറഞ്ഞോ. ഡയലോഗ് അത്രയൊക്കെ മതി. അത് പറയോ? അങ്ങനെ പറയാം. മമ്മൂട്ടിയുടെ കേട്ടാ ഭയങ്കര ഒരു കഷ്ടപ്പാട് ആണ് അതിനകത്ത് മമ്മൂട്ടി കേട്ടാ. പറയണത് നോക്കണം. എടുത്തോണ്ട് ഇതെന്താ മൂഡ് ഇങ്ങനെ ഇരിക്കണേ? ഇത് മമ്മൂട്ടിയല്ല, മരപ്പട്ടിയാണ്. ഇങ്ങനെ ഒരു സാധനം ഉണ്ട് കേട്ടോ. മേലെടുത്ത് ചെറ്റ തന്നെ അത് ജപ്തി കാണാൻ മയ്യെന്നും പറഞ്ഞ അമ്മ ഇവിടെ നിന്ന് കാറിയപ്പോ ഒരു ചാക്ക് ഇറച്ചി ചില്ലറ പൈസ ഇവിടെ കുഞ്ഞമാമ തള്ള പറയാൻ എനിക്ക് പറ്റില്ല. പറ്റണേ നിന്റെ തല ഞാൻ ചവിട്ടി അരക്കി ഞാൻ ഇവിടം. ഇതാണ് മമ്മൂട്ടി. ഇത് മമ്മൂട്ടിയാ. ചെറു തെറ്റിപ്പോയല്ലേ? ഇത്തിരി തെറ്റിയാ? ബാക്കിയൊക്കെ ശരിയായോ? ബാക്കിയൊക്കെ ശരിയായ? ഇച്ചിരി തെറ്റിപ്പോയ. അല്ല വേറെന്തെങ്കിലും ചെയ്യോ? സുരേഷ് ഗോപി എടുക്കാം. സുരേഷ് ഗോപി വേണമെങ്കിലും എടുക്കാം. ഒന്ന് കാണാവോ? സുരേഷ് ഗോപി എടുക്കാം. ആ ശരി. സുരേഷ് ഗോപി എവിടെ കൊമ്പ് താത്തി വെച്ചാൻ? ആഷ്കനാണ് സുരേഷ് ഗോപിക്ക്. ആഷ്കനാണ് കേട്ടാ മെയിനായിട്ടും. കണ്ടോട്ടാ മ്യൂസിക് വല്ലതും കിട്ടാൻ വഴി ഉണ്ടോ? മ്യൂസിക് ഒന്നും വേണ്ട, അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം അവിടെ. സിനിമ ആവുമ്പോൾ ചെയ്തോളാം. സുരേഷ് ഗോപി മൊത്തത്തിൽ അതിന്റെ സെറ്റപ്പാണ് അത്. ആ സുരേഷ് ഗോപി. പേടിപ്പിച്ചു കളഞ്ഞല്ലോ മനുഷ്യന്. ഇതെന്താ ഇത് എപ്പോഴും വീണെന്താ? വീണ് വീണ ആ മുഴ വന്നേ പറയില്ലേ? വീണ് തഴമ്പാണത്. തഴമ്പാണല്ലേ? വീണു. സുരേഷ് ഗോപി കഴിഞ്ഞ ജീവനോടെ തിരിച്ചു വന്നല്ലോ. ഇനി എന്താ ചെയ്യാൻ പോണത്? ജയന ആക്കുവോ? എവിടെ കൊണ്ടാക്കും? കക്കൂസിക്കറി എന്നിട്ട് അമ്മ പറയണ ഞാൻ കക്കൂസിക്കറി ജയന്റെ നന്നായിട്ട് ഒച്ചയ്ക്ക് പറയാറുണ്ടെന്ന്. കക്കൂസിക്കറി പറയണത് ആയിക്കോട്ടെ. ജയൻ ഒന്ന് അനൗൺസ് ചെയ്തോട്ടെ. ആഷ്കിൻ ഹീറോ ജയൻ. ഇവിടൊക്കെ വൃത്തിയേടാക്കോ അയാള്? ഡയലോഗ് മറന്നുപോയി. ഡയലോഗ് ആഷ്കിനടുത്തപ്പോ ഡയലോഗ് മറന്നുപോയി. ഡയലോഗ് എല്ലാം മറന്നു. എനിക്ക് പറയാതെ മടുത്തുപോയി. പറ്റണില്ല. പറ്റണില്ല എനിക്ക്. തന്നെ പോലുള്ളവരാണ് മലയാള സിനിമയെ നശിപ്പിക്കുന്നത്. മനസ്സിലായ? എന്റെ ഇല്ലാത്ത സമയം താൻ വീണ്ടും ഇല്ലാണ്ടാക്കി. വിചാരം ഞാൻ ഒരു സംവിധായകനാണ്. എന്റെ സമയങ്ങളെ ഇവനെ സാറേന്നും വിളിച്ച് ഒറ്റ അലക്കാൻ പറ്റണം. എന്താണ് നീ വിചാരിച്ചേ? നീ എന്നെ ആശ്രയിച്ചോ? നീ വിളിടാം. വൃത്തിയായിട്ടവനെ ഒരു മനുഷ്യനോട് ഇൻട്രോനോ വന്നോ ആളോട് മര്യാദയ്ക്ക് പെരുമാറോ പഠിക്കണം. വൃത്തിയായിട്ടവനെ അത് കൊള്ളില്ല ഇത് കൊള്ളില്ല. എടാ മോഹൻലാലും മമ്മൂട്ടി സുരേഷ് ഗോപിയും ദിലീപും ജയറാമൊക്കെ അഭിനയം പഠിച്ചിട്ടാണ് സിനിമയിൽ അഭിനയിക്കാൻ വന്നു. ആണോ? ഭ്രാന്തനാണത്. ഇവറ്റോട്ടെ കൊടിക്കട്ടവന്റെ സാറെ ഞാൻ വിളിച്ചല്ലേ വൃത്തിയായിട്ട. എടാ നീ ആരുടെ നീ ആരത്? സ്ക്രിപ്റ്റ് ഞാനിതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്. സ്ക്രിപ്റ്റും ഞാനും ഞാനും സ്ക്രിപ്റ്റ് എഴുതും. ഞാൻ പറഞ്ഞു കൊടുക്കും വേറെ ആൾ എഴുതും. സ്ക്രിപ്റ്റും ഞാൻ പറഞ്ഞു കൊടുക്കും വേറെ ആൾ എഴുതും. താൻ പറഞ്ഞു കൊടുക്കും വേറെ ആൾ എഴുതും. തനിക്ക് എന്ത് പേരുണ്ട്? എനിക്ക് ഇച്ചിരി വിദ്യാഭ്യാസ കുറവുണ്ടാവുണ്ട്. വേറെ ഒരാൾ എഴുതും. താൻ വായിച്ചിട്ടില്ല? ഏതെങ്കിലും കഥ വായിച്ചിട്ടുണ്ടോ? തിരക്കുള്ള സ്ഥലത്തിരുന്ന് ഞാനും കഥ എഴുതും. സ്ക്രിപ്റ്റ് എഴുതും. താൻ എന്ത് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത്? ഞാനൊരു സ്ക്രിപ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എഴുതാം. താൻ പറയണത് ഞാൻ എഴുതണോ? താൻ പറയണത് ഞാൻ പറയണത് നിനക്ക് എഴുതാം. നിനക്ക് എഴുതാം. ഇതാണ് ഞാൻ ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞിട്ട് നീ എഴുതിയില്ലല്ല.
എഴുതിയില്ലെങ്കിൽ നിന്റെ ഈ ഡയറക്ടർ പണി കളഞ്ഞിട്ട് നീ എന്റെ വീട്ടിൽ ഞാൻ പോയിക്കോളാം. ഞാൻ പറയണ നീ എഴുതിട്ടുണ്ടല്ല ഞാനിത് ഈ അഭിനയം നിർത്തിട്ട് ഞാൻ എന്റെ വീട്ടിലോട്ട് കൂലിപ്പണി എടുത്തി. നീ പറ ചേട്ടോ അവന്റെ സിർച്ചും എഴുതങ്ങട് ഒരു ഗ്രാമം ഒരു ഗ്രാമം കൂടെ എടുത്ത് ഒരു ഗ്രാമം ഒരു രോമോ ഒരു ഗ്രാമം ഓ ഗ്രാമത്തില് ഒരു ഹൗസിംഗ് കോളനി. ഒരു ഗ്രാമത്തിലെ ഹൗസിംഗ് കോളനി ഗ്രാമത്തിൽ ഹൗസിംഗ് കോളനി ഉണ്ട്. ഗ്രാമത്തിൽ ഹൗസിംഗ് കോളനി ഉണ്ടായിരുന്നു. ഗ്രാമത്തിലെ ഹൗസിംഗ് കോളനി ഹൗസിംഗ് കോളനിയിൽ ഒറ്റ വീട്. ഹൗസിംഗ് കോളനിയിൽ ഒറ്റ വീട്. ഹൗസിംഗ് കോളനി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണ്, ഒരു വീടുകളുടെ ഒരു ഗ്രൂപ്പാണ്, മനസ്സിലായില്ലേ? എടാ അത് ബാക്കിയെല്ലാം കക്കൂസ് മാത്രം പണിതിട്ടേക്കാന്ന്. അതിന് ലോൺ അനുവദിക്കാത്ത എന്നെ കുഴപ്പമാണോ? ഒരു ഹൗസിംഗ് കോളനിയിൽ ഒരൊറ്റ വീട്. ഒറ്റ വീട്. ആ കോളനിയില് ഒരു 4 കൂടി ഒരു മുക്കലവ എടുത്ത്. 4 കൂടി ഒരു മുക്കല വേണ്ടെന്ന്. മുക്കവലുണ്ട്. 4 കൂടിയിട്ട് എങ്ങനെ മുക്കവല? അവര് 4 കവലല്ലേ അത്? ഒരെണ്ണം ടാറിയായിട്ടില്ല സോളിങ് എടുത്തോണ്ടിരിക്കണല്ലോ, പിന്നെ റോഡാക്കാൻ പറ്റുമോ? അങ്ങനെ എഴുതിക്കോളൂ. 4 കൂടി മുക്കവല. ആ മുക്കവലയിൽ ഒരു കാളവണ്ടി വന്ന് നിന്ന്. കാളവണ്ടി വന്ന് നിന്ന് വണ്ടിക്കാരൻ നടക്കാത്ത കാളയോട് നടക്കാത്ത കാളയോട് ഏയ് കാളെ എഴുതിക്കങ്ങട്. ഏയ് കാളെ നിങ്ങൾ എഴുതലാ അങ്ങട്. എഴുതല്ലേ? ഏയ് കാളെ നടകാളെ എഴുതിക്കങ്ങട്. എഴുതലാങ്ങട്. അടുത്ത ആളെ കെട്ടി ഇങ്ങോട്ട്. ഞങ്ങളുടെ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾ കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന പ്രോഗ്രാമുകളുമായി ഞങ്ങൾ വീണ്ടും വരും. കാത്തിരിക്കുക. Till then, bye bye.